Committee member, Jamaat Islami Hind Kerala, Bangalore City, Ramesh Vallapura. Session കൈകാര്യം ചെയ്യുന്നതിനായി KM അഷ്റഫ് സാഹിബിനെയും റമീസ് വല്ലപ്പുഴയെയും ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഇസ്ലാമിക നിയമ സംഹിത ഒരു ആമുഖ പഠനം അടുത്തതായി വേദിയിൽ ലോക ഇസ്ലാമിക പണ്ഡിത സഭാംഗം KM അഷ്റഫ് സാഹിബ് ഈ സദസ്സിനെ അഭിസംബോധനം ചെയ്യുന്നു. ഈ പരിപാടി നിയന്ത്രിക്കുന്നത് റമീസ് വല്ലപ്പുഴ. ഇരുവരെയും ആദരപൂർവം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഹലോ. ഖുർആൻ ഒരു ജീവിത മാർഗനിർദ്ദേശമാണ്. ആധ്യാത്മികവും നൈതികവും സാമൂഹികവും രാഷ്ട്രീയവും സാമ്പത്തികവുമായ തുടങ്ങി ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ദിവ്യമായ ദിശാബോധം നൽകുന്ന വിശുദ്ധ ഗ്രന്ഥം വിശുദ്ധ ഖുർആൻ. ഖുർആൻ പരിവർത്തനത്തിൻ്റെ പരിശുദ്ധ പാത. തുടർന്ന് ഈ ഖുർആൻ കോൺഫറൻസിൽ ഫസ്റ്റ് സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. ഇസ്ലാമിക നിയമ സംഹിത ഒരു ആമുഖ പഠനം എന്ന തലക്കെട്ടിൽ നിന്നുകൊണ്ട് ലോക പണ്ഡിത സഭാംഗം ബഹുമാന്യനായ KM അഷ്റഫ് നീർകുന്നം നമ്മെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുന്നു. ഈ സെഷന്റെ മോഡറേറ്റർ ആയിക്കൊണ്ട് നമ്മോടൊപ്പം ചേരുന്നു ജമാഅത്ത് ഇസ്ലാമി കേരള ബാംഗ്ലൂരു സിറ്റി കമ്മിറ്റി മെമ്പർ ബഹുമാന്യനായ റമീസ് വല്ലപ്പുഴ. ഇരുവരെയും ഹൃദ്യമായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. Hello. Bismillahirrahmanirrahim. Alhamdulillah, salatu wassalamu ala ashraf rasulillah wa ala alihi al-faizin biridallah amma ba'd. ഇസ്ലാമിക നിയമ സംഹിത ഒരാമുഖ പഠനം എന്ന തലക്കെട്ടിൽ നടക്കുന്ന ഒരു വൈജ്ഞാനിക സദസ്സിലാണ് നമ്മൾ ഇരിക്കുന്നത്. നമുക്കറിയാം, അള്ളാഹുവിൻ്റെ മാലാകമാർ ഉൾപ്പെടെ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സദസ്സുകളാണ് മജ്ലിസുൽ ഇൽമ്, വൈജ്ഞാനിക സദസ്സ് എന്ന് പറയുന്നത്. ഈ ഒരു സെഷനിൽ നമ്മൾ പ്രധാനമായും ഇസ്ലാമിക ശരീഅത്തിനെ കുറിച്ചും ഇസ്ലാമിക നിയമസംഹിതയെക്കുറിച്ചും ഫിഖ്ഹുമായി ബന്ധപ്പെട്ടുമൊക്കെ വളരെ ആധികാരികമായ ഒരു പഠന സെഷനായിരിക്കും ഇവിടെ നടക്കുന്നത്. ഇൻഷാ അല്ലാഹ് 2 സെഷനുകളിലായിട്ടായിരിക്കും ഈ സെഷൻ ഉണ്ടാവുക. ആദ്യ സെഷനിൽ ഇൻഷാ അല്ലാഹ് നമ്മുടെ മുഖ്യാതിഥി പ്രിയപ്പെട്ട ഉസ്താദ്, ലോക ഇസ്ലാമിക പണ്ഡിത സഭാംഗ കൂടിയായ ബഹുമാന്യനായ KM അഷ്റഫ് സാഹിബാണ്.
അദ്ദേഹത്തിൻ്റെ ഒരു പ്രസൻറ്റേഷനോട് കൂടിയുള്ള വളരെ വിശദമായ ഒരു പഠനമായിരിക്കും. ഞാനിതിങ്ങനെ പറയുന്നത് നമ്മൾ സാധാരണ പൊതുപ്രഭാഷണങ്ങളുമൊക്കെ നടക്കുന്നത് പോലെയുള്ള ഒന്നല്ല. അതുകൊണ്ട് തന്നെ വളരെ വൈജ്ഞാനികമായ ഒരു താല്പര്യത്തോടു കൂടി തിരക്ക് പിടിച്ച ഈ ബാംഗ്ലൂർ ജീവിതത്തിൻ്റെ ഇടയിൽ അള്ളാഹുവിൻ്റെ മാലാകമാർ പോലും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈ ഒരു സദസ്സിൽ പ്രാർത്ഥനയോടുകൂടി വൈജ്ഞാനികമായ ഒരു ഉണർവ് ലഭിക്കുന്ന രീതിയിൽ ഈ ഒരു സദസ്സിൽ നമ്മൾ പങ്കെടുക്കണമെന്നാണ് സൂചിപ്പിക്കുന്നത്. ഇൻഷാ അല്ലാഹ് രണ്ടാമത്തെ സെഷനിൽ ഇതിൻ്റെ ഭാഗമായി അനുബന്ധമായി നമുക്കൊക്കെ അറിയേണ്ട വളരെ പ്രധാനപ്പെട്ട ചില സംശയങ്ങൾ നമ്മൾ ഉസ്താദുമായി ചോദിക്കും. ഉസ്താദ് അതിനുള്ള മറുപടിയും പറയും. ഇങ്ങനെ 2 സെഷനുകളായിട്ടായിരിക്കും ഈ മജ്ലിസുൽ ഇൽമ സംഘടിപ്പിക്കപ്പെടുക. വിഷയം അവതരിപ്പിക്കുന്നതിന് വേണ്ടി ഉസ്താദിനെ ക്ഷണിക്കുന്നു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين نبينا محمد وعلى آله وصحبه أجمعين. اللهم علمنا بما ينفعنا وانفعنا بما علمتنا. اللهم ربي زدنا علما. اللهم اجعل يومنا هذا خيرا من أمسنا واجعل غدنا خيرا من يومنا وأحسن عاقبتنا في الأمور كلها. اللهم لا تدع لنا ذنبا إلا غفرته ولا مرضا إلا شفيته ولا هما إلا فرجته ولا حاجة من حوائج الدنيا والآخرة إلا قضيتها يا رب العالمين. اللهم انصر إخواننا في فلسطين. വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു ഈ സദസ്സിനെ അനുഗ്രഹിക്കുമാറാകട്ടെ. തീർച്ചയായും അനുഗ്രഹീതമായ ഒരു സദസ്സ് തന്നെയാണ് ഇത്. ഈ സദസ്സ് അനുഗ്രഹീതമാണെന്ന് പറയാനുള്ള കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം സഹാബികളോട് മഹ്ശറ നാളിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. മഹ്ശറ നാളിൽ മനുഷ്യൻ അനുഭവിക്കുന്ന സൂര്യൻ ഒരു ചാടം മാത്രം ഉയരത്തിൽ നിൽക്കുമെന്ന് തോന്നിപ്പിക്കുന്ന തീക്ഷ്ണമായ ചൂടിൽ വെന്തുരുകുന്ന ആ സന്ദർഭത്തിൽ ഇങ്ങനെ റസൂൽ അതിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സഹാബികളിൽ നിന്ന് ഒരാൾ എഴുന്നേറ്റ് ചോദിച്ചു, റസൂലെ, മഹ്ശറയുടെ ഈ പരീക്ഷണ നാളിൽ നിന്ന് രക്ഷപ്പെടുന്ന ആളുകൾ ഉണ്ടാകുമോ? റസൂൽ പറഞ്ഞു, ബല, തീർച്ചയായിട്ടും ഉണ്ടാകും. ഖൗമുൻ യുദില്ലുഹുമുല്ലാഹു ബിദില്ലി അർശിഹി. മഹ്ശറ നാളിൽ അല്ലാഹു അവന്റെ അർശിന്റെ തണൽ കൊടുക്കുന്ന ഒരു വിഭാഗം ആളുകൾ ഉണ്ടാകും. ഉടനെ എല്ലാവരും ചോദിക്കുന്നുണ്ട്, ഖാലു വമൻ ഹും യാ റസൂലല്ലാഹ്. റസൂലെ, ആരാണ് ആ ഭാഗ്യവാന്മാരായ ആളുകൾ? റസൂലുള്ളാഹി പറഞ്ഞു, ഖൗമുൻ തഹാബ്ബു ഫില്ലാഹി വസ്തമഉ അലൈഹി. അല്ലാഹുവിന് വേണ്ടി പരസ്പരം സ്നേഹിക്കുകയും അതിനുവേണ്ടി ഒരുമിച്ച് കൂടുകയും ചെയ്യുന്ന ആളുകളാണ് അവർ. ഞാൻ തീർച്ചയായും വിശ്വസിക്കുന്നു, ബംഗളൂരുവിലെ ഈ തിരക്ക് പിടിച്ച ദിവസങ്ങളിൽ വീട് കിട്ടുന്ന ഒരു അവധി, അത് അള്ളാഹുവിന്റെ കലാമിനെ കുറിച്ച് കേൾക്കാനും അതിനുവേണ്ടി ഒരുമിച്ച് കൂടുകയും ചെയ്യുന്ന സദസ്സ് എന്ന നിലക്ക് നാളെ
കേൾക്കാൻ ഭാഗ്യമുള്ള സദസ്സാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. അള്ളാഹു അതിന് നമുക്ക് തുണ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇസ്ലാമിക ശരീഅത്ത്, ഇസ്ലാമിക നിയമ സംഹിത എന്ന ചർച്ചയുടെ ആമുഖം ഇസ്ലാം എന്താണ് എന്ന് അറിഞ്ഞുകൊണ്ട് മാത്രമേ തുടങ്ങാൻ പറ്റുകയുള്ളൂ. നമ്മൾ പലപ്പോഴും കേട്ട ഒരു അവതരണമല്ല, ഇത് തികച്ചും വൈജ്ഞാനികമായ ഒരു പഠന ആണ് എന്ന ഓർമ്മയോടുകൂടി വേണം ഈ ക്ലാസ് ശ്രദ്ധിക്കാൻ. എന്താണ് ഇസ്ലാം എന്ന് ചോദിച്ചാൽ മനുഷ്യൻ അവന്റെ ജീവിതത്തെ കെട്ടിപ്പടുക്കേണ്ടുന്ന 3 അടിത്തറകളെ കുറിച്ച് പറയുന്നുണ്ട്. ഈ 3 അടിത്തറകളിൽ ഒരാൾ തന്റെ ജീവിതത്തെ പടുത്തുയർത്തുന്നതിനെയാണ് ഇസ്ലാം എന്ന് പറയുന്നത്. എന്താണ് ആ അടിത്തറകളെന്ന് ഞാൻ വിശദീകരിക്കും. ആ അടിത്തറകളിൽ ജീവിതത്തെ കെട്ടിപ്പടുത്താൽ സ്വാഭാവികമായും അങ്ങനെ ഒരു ദീനിനെ കുറിച്ച് നമ്മളത് സമഗ്രമാണ്, അതുമാത്രമാണ് ലോകത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം എന്നുകൂടി വിശദീകരിക്കേണ്ടി വരും. അപ്പൊ ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ തന്റെ ജീവിതത്തെ 3 അടിത്തറകളിൽ കെട്ടിപ്പടുക്കുന്നതിനെയാണ്. നമ്മുടെ ജീവിതത്തിൽ മനുഷ്യന്റെ ജീവിതത്തെ നമുക്ക് 5 ആയി ഭാഗിക്കാൻ കഴിയും. അതിലൊന്ന് അവന്റെ ആരാധനാപരമായ കാര്യങ്ങളാണ്. ഒരു മനുഷ്യനും അല്ലാഹുവും തമ്മിലുള്ള ബന്ധം നന്നാക്കാൻ ആവശ്യമായ കാര്യങ്ങൾ. നമ്മുടെ നമസ്കാരം, നോമ്പ്, സക്കാത്ത്, ദിക്റുകൾ, ദുആകൾ, ബലി, ഇഅ്തികാഫ് എന്നൊക്കെ പറയുന്ന പള്ളിയെ പ്രതിനിധീകരിക്കുന്ന ഒരു മേഖലയാണ് മനുഷ്യ ജീവിതത്തിന്റെ കാര്യമായ ഒരു ഭാഗം. ഒരു വ്യക്തിയും അല്ലാഹുവും തമ്മിലുള്ള ബന്ധം. രണ്ടാമത്തത് അവന്റെ കുടുംബവുമായി ബന്ധപ്പെട്ടതാണ്. വിവാഹം, സന്താന പരിപാലനം, കുടുംബത്തിന്റെ ആസൂത്രണം, മാതാപിതാക്കളോടുള്ള ബാധ്യതകൾ, ഇനി സംഭവിക്കാ വിവാഹമോചനം തുടങ്ങി ദീനിനെ പ്രതിനിധീകരിക്കുന്ന കുടുംബവുമായി ബന്ധപ്പെട്ടതാണ് മനുഷ്യ ജീവിതത്തിന്റെ രണ്ടാമത്തെ വിഭാഗം. മൂന്നാമത്തേത് മനുഷ്യന്റെ സാമ്പത്തിക മേഖലയെ എന്ന് പറഞ്ഞാൽ അവന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായ ജീവിതാരോഗ്യവുമായി ബന്ധപ്പെട്ട കാര്യം. അതിൽ അവന്റെ ഉദ്യോഗം ഉണ്ടാകും, അവന്റെ തൊഴിലുണ്ടാവും, അവന്റെ കച്ചവടം, അവന്റെ കൃഷി എന്ന് പറഞ്ഞാൽ അവന്റെ ജീവിതത്തിലേക്ക് സമ്പത്ത് കൊണ്ടുവരുന്ന, അവന്റെ ജീവിതം നടത്താൻ ആവശ്യമായ കാര്യങ്ങൾ നിവർത്തിച്ചു തരുന്ന മേഖലയാണ് സാമ്പത്തിക മേഖല എന്ന് പറയുന്നത്. നാലാമത്തേത് സാമൂഹിക മേഖലയാണ്. ഒരു മനുഷ്യനും അവന്റെ സമൂഹവുമായിട്ടുള്ള ബന്ധങ്ങൾ, അയൽവാസികൾ, ചുറ്റുവട്ടത്തുള്ള ആളുകൾ, അവന്റെ സഹപാഠികൾ, സമൂഹവുമായിട്ടുള്ള ബന്ധങ്ങൾ, രാഷ്ട്രവുമായിട്ടുള്ള ബന്ധമാണ് സാമൂഹിക മേഖലയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. അതിൽ തന്നെ അവന്റെ വിദ്യാഭ്യാസം, അതുപോലെ തന്നെ അവന്റെ ജീവിതത്തിൽ ആളുകളുമായി ഇടപെടുമ്പോൾ ഉണ്ടാകുന്ന തർക്കങ്ങൾ, അതിന്റെ പരിഹാരങ്ങൾ, നീതിന്യായം, അവന്റെ രാഷ്ട്രീയ വിഷയങ്ങൾ, ഇങ്ങനെ സമൂഹവുമായി ബന്ധപ്പെട്ടതാണ് മനുഷ്യ ജീവിതത്തിലെ പ്രധാനപ്പെട്ട നാലാമത്തെ ഒരു മേഖല എന്ന് പറയുന്നത്. അഞ്ചാമത്തേത് മനുഷ്യന്റെ സാംസ്കാരിക മേഖലയാണ്. അതിന്റെ ഭക്ഷണം ഒരു സംസ്കാരത്തിന്റെ ഭാഗമാണല്ലോ. ഭക്ഷണം, വസ്ത്രം, നാട്ടുനടപ്പുകൾ, ഉപചാരങ്ങൾ, അവന്റെ സാഹിത്യം, അവന്റെ കലകൾ, അവന്റെ എന്താ പറയുക, ഉപചാരങ്ങൾ, സാഹിത്യം, കല, കായിക വിനോദങ്ങൾ, ഇങ്ങനെ സംസ്കാരവുമായി ബന്ധപ്പെട്ട അഞ്ചാമത്തെ തലം കൂടി മനുഷ്യ ജീവിതത്തിലുണ്ട്. ഈ 5 മേഖലകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, മനുഷ്യൻ 3 അടിത്തറകളിൽ അതിനെ കെട്ടിപ്പടുക്കണം.
ജീവിതത്തെ നമുക്ക് 5ആയി ഭാഗിക്കാൻ കഴിയും. ഈ 5ആയി പകുത്ത മനുഷ്യ ജീവിതത്തെ 3 അടിത്തറകൾ വേണം എന്നാണ് ഇസ്ലാം ആവശ്യപ്പെടുന്നത്. അതിലെ ഒന്നാമത്തെ അടിത്തറ ആദർശമാണ്. നമ്മൾ അറബിയിൽ അഖീദ എന്ന് പറയും. രണ്ടാമത്തെ അടിത്തറ ധാർമ്മികതയാണ്, അഖ്ലാഖ് എന്ന് പറയും. മൂന്നാമത്തേത് നിയമങ്ങളാണ്, അതിന് നമ്മൾ അഹ്കാം എന്ന് പറയും. എന്താണ് ഈ അഖീദ എന്ന് പറഞ്ഞാൽ? വളരെ എളുപ്പമാണ്. നമ്മൾ സാധാരണ ഈമാൻ കാര്യങ്ങൾ എന്ന് പറയുന്ന കാര്യം, അള്ളാഹുവിലുള്ള നമ്മുടെ വിശ്വാസം, അതുകൊണ്ട് തന്നെ പ്രവാചകന്മാരിലുള്ള വിശ്വാസം, അതുവഴി നമുക്ക് ലഭിക്കേണ്ടുന്ന പരലോകവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇങ്ങനെ നമ്മുടെ ആദർശം എന്ന് പറയുന്നത് നമ്മുടെ വിശ്വാസ കാര്യങ്ങളിൽ നമ്മുടെ ഈമാൻ കാര്യങ്ങളാണ്. ഇസ്ലാം പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരാൾ അയാളുടെ ആദർശം ഉണ്ടാവേണ്ടത് അയാളുടെ ആരാധനാ മേഖലയിൽ മാത്രമല്ല. അപ്പൊ പള്ളിയിൽ കയറുമ്പോൾ അയാൾക്കൊരു അഖീദ. എന്താണ് ആരാധനാ മേഖലയിൽ അയാളുടെ അഖീദ എന്ന് പറയുന്നത്, എന്റെ നമസ്കാരം ആർക്കായിരിക്കണം, എന്റെ പ്രാർത്ഥനകൾ എങ്ങനെയായിരിക്കണം, എന്റെ ദിക്റുകൾ എങ്ങനെയായിരിക്കണം, എന്റെ നോമ്പ് എങ്ങനെയായിരിക്കണം, ളുഹ്ർ ഞാൻ എത്ര റക്അത്ത് നമസ്കരിക്കണം, അസ്ർ ഞാൻ എങ്ങനെയാണ് നമസ്കരിക്കേണ്ടത്, സുബഹിക്ക് ഞാൻ ഉച്ചത്തിൽ ഓടേണ്ടത് എന്തുകൊണ്ടാണ്. ഇങ്ങനെ റബ്ബുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തെ ശക്തിപ്പെടുത്താൻ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ. അവിടെ നമുക്ക് ഈ ആദർശം ഉണ്ടാകണം. ആരാധന മേഖലയുടെ നമ്മുടെ ആദർശം എന്ന് പറയുന്നത്, എന്റെ എല്ലാ ആരാധനാ കർമ്മങ്ങളും അല്ലാഹുവിൽ നിനക്ക് മാത്രമാകുന്നു എന്നതാണ്. ഇന്ന സ്വലാത്തി വനുസുക്കി, തീർച്ചയായും എന്റെ നമസ്കാരവും എന്റെ ആരാധനാ കർമ്മങ്ങളും അല്ലാഹുവിന് മാത്രമാകുന്നു എന്നതാണ് അതിലെ ആദർശം എന്ന് പറയുന്നത്. ഇതേപോലെ തന്നെ നമ്മുടെ സാമ്പത്തിക രംഗത്ത്, നമ്മുടെ കുടുംബത്തിലും നമുക്കൊരു ആദർശമുണ്ട്. നമ്മുടെ കുടുംബത്തിലെ ആദർശം എന്റെ വിവാഹം, എന്റെ വിവാഹമോചനം, എന്റെ മക്കളുടെ പരിപാലനം, മാതാപിതാക്കളോടുള്ള എന്റെ ബന്ധം, എന്റെ കുടുംബത്തിന്റെ ആസൂത്രണം പടച്ചതമ്പുരാനെ നിന്റെ നിയമം അനുസരിച്ചായിരിക്കും എന്നതാണ് കുടുംബത്തിൽ നമ്മൾ പാലിക്കേണ്ടുന്ന ആദർശം. അവിടെ ഞാൻ വേറൊരാളുടെ പുറകെ പോകില്ല. എന്റെ ദാമ്പത്യ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് റബ്ബ് നിർദ്ദേശിച്ച പരിഹാരങ്ങളാണ് എനിക്ക് വേണ്ടത്. ഞാൻ എങ്ങനെയാണ് വിവാഹത്തിൽ ഏർപ്പെടേണ്ടത്, അത് ഞാൻ എന്താ പരിഗണിക്കേണ്ടത്, അത് എന്റെ ആദർശത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം. ഇതാണ് കുടുംബത്തിൽ നമ്മൾ പാലിക്കുന്ന ആദർശം. സാമ്പത്തിക മേഖലയിലും നമുക്കൊരു ആദർശമുണ്ട്. എന്താ ആദർശം? ആദർശം എന്ന് പറയുന്നത്, എങ്ങനെയാണ് ഞാൻ സമ്പാദിക്കേണ്ടത്, എങ്ങനെയാണ് ഞാൻ ചെലവഴിക്കേണ്ടത്, ഇത് തീരുമാനിക്കാനുള്ള അവകാശം ആർക്ക് മാത്രമാകുന്നു? അല്ലാഹുവിന് മാത്രമാകുന്നു എന്നതാണ് സാമ്പത്തിക മേഖലയിലെ എന്റെ ആദർശം. സാമൂഹിക മേഖലയിൽ ആളുകളോട് എന്റെ ബന്ധം, എന്റെ വിദ്യാഭ്യാസ പ്രവർത്തനം, എന്റെ നീതിന്യായം, കുറ്റമുണ്ടാകുമ്പോൾ അതിന്റെ ശിക്ഷ, കുറ്റത്തിലുള്ള വിധികൾ, ഇതൊക്കെ തരേണ്ടത്, എന്റെ രാഷ്ട്രീയം, ഇതൊക്കെ തീരുമാനിക്കേണ്ടത് അല്ലാഹു ആകുന്നു എന്നതാണ് സാമൂഹിക മേഖലയിലെ ആദർശം എന്ന് പറയുന്നത്. ഇതേപോലെ എന്റെ സാംസ്കാരിക ജീവിതത്തിലും ഒരു ആദർശമുണ്ട്. എന്താ ആദർശം? എന്റെ ഭക്ഷണം എനിക്ക് ഏതൊക്കെയാണ് ഹലാലാവുക, ഏതൊക്കെയാണ് ഹറാമാവുക, എന്റെ വസ്ത്രം ഞാൻ ഔറത്ത് എങ്ങനെയാ മറക്കേണ്ടത്, എന്റെ താല്പര്യത്തിനനുസരിച്ചാണോ അല്ല അള്ള പറഞ്ഞിട്ടനുസരിച്ചാണോ ഞാൻ ഔറത്ത് മറക്കേണ്ടത്, എന്റെ വസ്ത്രം എന്തായിരിക്കണം, എന്റെ ഉപചാരങ്ങൾ, എന്റെ നാട്ടുനടപ്പുകൾ, എന്റെ വിനോദങ്ങൾ, എന്റെ സാഹിത്യവും എന്റെ കലയും എന്റെ സംഗീതവും എന്റെ സിനിമകൾ, ഇതൊക്കെ അള്ളാഹുവിനനുസരിച്ചാവണം, അവന്റെ നിയമത്തിനനുസരിച്ചാവണം എന്നതാണ് സാംസ്കാരിക മേഖലയിലെ അഖീദ എന്ന് പറയുന്നത്. അള്ളാഹു പറഞ്ഞു തന്ന രണ്ടാമത്തെ അടിത്തറ, ഒന്നാമത്തെ അടിത്തറ ആദർശമാണെന്ന് ഞങ്ങൾ പറഞ്ഞു. രണ്ടാമത്തെ അടിത്തറ എന്ന് പറയുന്നത് ധാർമ്മികതയാണ്. ഈ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നമ്മൾ പാലിക്കേണ്ടുന്ന മൂല്യങ്ങൾക്കാണ് അഖ്ലാഖ് എന്ന് പറയുന്നത്. അതിൽ സത്യമാണ് ഒന്നാമത്തെ മൂല്യം, ഹഖ്. കാരുണ്യമാണ് രണ്ടാമത്തത്, റഹ്മത്ത്. മൂന്നാമത്തത് അതിൽ നീതിയാണ്.
നാലാമത്തേത് വൃത്തിയാണ്, അഞ്ചാമത്തേത് ലജ്ജയാണ്. ലജ്ജ എന്ന് പറയുമ്പോൾ ഒരു വാക്ക് അധികം പറയണം. എന്താന്ന് വെച്ചാൽ നമ്മൾ സാധാരണഗതിയിൽ പറയുന്ന ലജ്ജക്കല്ല അറബിയിൽ ഹയാ എന്ന് പറയുക. ഹയാ എന്നാണ് അറബി വാക്ക്. ലജ്ജ എന്ന് പറഞ്ഞാൽ മനുഷ്യനെ തെറ്റിൽ നിന്ന് തടയുന്ന വികാരം, അതിനെയാണ് ഹയാ എന്ന് പറയുക. റസൂലുള്ളാഹിനെ കുറിച്ച് പറയുന്നിടത്ത് ഒരു ഹദീസ് ഉണ്ട്, കാന അശദ്ദു ഹയാഅൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അശദ്ദു ഹയാഅൻ, ഏറ്റവും വലിയ ലജ്ജാശീലനായിരുന്നു. ആ ഹദീസിന്റെ വിശദീകരണത്തിൽ പറയുന്നത് എന്താണ് റസൂലിന്റെ ലജ്ജ? റസൂൽ തന്റെ കുടുംബത്തിലോ തനിക്ക് പരിചയമുള്ളവരിലോ റബ്ബിന് നിരക്കാത്തത് കാണുമ്പോൾ റസൂലിന്റെ മുഖം സങ്കോചമാകുമായിരുന്നു. റസൂലിന്റെ വല്ലാത്ത പ്രയാസം ഉണ്ടാകും. അതിനെയാണ് ലജ്ജ എന്ന് വിശദീകരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ റബ്ബിന് വിലക്കിയ ഒരു കാര്യം ചെയ്യുമ്പോൾ, നമുക്ക് അള്ളാഹു അനുവദിച്ചിട്ടില്ലാത്ത ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു വിങ്ങൽ ഉണ്ടാവും, ചെയ്യുന്നത് തെറ്റാണല്ലോ എന്നുള്ളത്. മനുഷ്യനെ തെറ്റു ചെയ്യാതിരിക്കാൻ പ്രേരിപ്പിക്കുന്ന മാനസികമായ വികാരം എന്തോ അതാണ് ലജ്ജ. അത് തന്നെയാണ് നമ്മൾ സാധാരണ പറയുന്ന ലജ്ജ. ഒരാള് മര്യാദക്ക് തുണി ഉടുക്കുന്നത് എന്തുകൊണ്ടാണ്? തുണി ഉടുക്കുന്നത് ആളുകൾ കാണുമ്പോൾ മോശമാണെന്ന് വിചാരിക്കുന്നത്. ഇത് അള്ളാഹ് കണ്ടാൽ മോശമാകുന്നു എന്ന തോന്നൽ നമുക്ക് ഉണ്ടാവുന്നതിനെയാണ് ലജ്ജ എന്ന് പറയുന്നത്. അവസാനത്തെ ഹുലുഖ് എന്ന് പറയുന്നത് വസത്തിയ്യത്താണ്. വസത്തിയ്യത്ത് രണ്ട് ആശയമുണ്ട്. അതിൽ ഒന്നാമത്തെ ആശയം സന്തുലിതമായ ജീവിതം ഉണ്ടാവുക എന്നതാണ്. റസൂലിനെ കാണാൻ വേണ്ടിയിട്ട് 3-4 ചെറുപ്പക്കാര് വീട്ടിൽ വന്നു. ഇപ്പൊ റസൂല് പുറത്തു പോയിരിക്കുന്നു, ആയിഷ റളിയല്ലാഹു മാത്രമേ ഉള്ളൂ വീട്ടിൽ. അപ്പൊ അവര് ആയിഷ റളിയല്ലാഹുവിനോട് ചോദിച്ചു, എങ്ങനെയാണ് റസൂലിന്റെ ഇബാദത്തുകളൊക്കെ? അപ്പൊ റസൂലുള്ളാഹിനെ കുറിച്ചല്ലേ ആയിഷ റളിയല്ലാഹു മാക്സിമം പറഞ്ഞു കൊടുത്തു, റസൂലിന്റെ നിസ്കാരത്തെ കുറിച്ചും നോമ്പിനെ കുറിച്ചും ഒക്കെ. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോ ആ ചെറുപ്പക്കാർക്ക് തോന്നുകയാണ്, കന്നഹും തഖല്ലുഹ, ഞങ്ങൾ വളരെ കുറഞ്ഞു പോയല്ലോ. മാസൂമായ റസൂൽ ഇങ്ങനെയൊക്കെ ഇബാദത്ത് എടുക്കുന്നുവെങ്കിൽ ഞങ്ങൾ എത്ര തുച്ഛമാണ് ഞങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ട് അവിടെ നിന്നുകൊണ്ട് അവര് പ്രതിജ്ഞ എടുത്തു. ഒന്നാമത്തെ ആൾ പ്രതിജ്ഞ എടുത്തു, ഞാൻ ഇനി എന്നും നോമ്പെടുക്കും, ഒരിക്കൽ പോലും നോമ്പ് മുറിക്കൂല, നിരന്തരം നോമ്പെടുക്കാനാണ് എന്റെ തീരുമാനം. അങ്ങനെ റസൂലിന്റെ കുറച്ചെങ്കിലും അടുത്തെത്തണം. രണ്ടാമത്തെ ആൾ തീരുമാനിച്ചത്, ഞാൻ ഇനി രാത്രി ഉറങ്ങുകയേ ഇല്ല, രാത്രി മുഴുവൻ ഞാൻ നിന്ന് നമസ്കരിക്കും. മൂന്നാമത്തെ ആൾ തീരുമാനിച്ചത്, ഞാൻ ഇനി വിവാഹം കഴിക്കുകയില്ല, വിവാഹം, കുടുംബം, കുട്ടികൾ എന്നൊക്കെ പറഞ്ഞാൽ എന്റെ ഒരുപാട് സമയം വേസ്റ്റ് ആകും, അതുകൊണ്ട് ഞാൻ ഇനി വിവാഹം കഴിക്കുകയില്ല, പൂർണ്ണമായും വിവാദത്തിൽ മുഴുകും. ഇങ്ങനെ ആയിഷ റളിയല്ലാഹുവിന്റെ മുമ്പിൽ വെച്ചിട്ടാണ് ഇവർ പ്രതിജ്ഞ എടുക്കുന്നത്. ഇവരെങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങിയ സമയം തന്നെ റസൂല് കയറി വന്നു. റസൂല് ചോദിച്ചു, ആരാ ഇവിടെ വന്നിരുന്നത്? അത് 3 ചെറുപ്പക്കാർ ഇങ്ങനെ വന്നു. അവരെന്റെ അടുത്ത് റസൂലിന്റെ വിവാഹത്തിനെ കുറിച്ച് ചോദിച്ചപ്പോ ഞാനിങ്ങനെ പറഞ്ഞു കൊടുത്തു മാക്സിമം. എന്നിട്ട് അവരെന്ത് ചെയ്തു? അവര് പറഞ്ഞു, ആയിഷ പറയുകയാണ്, അവരിങ്ങനെയൊക്കെ പ്രതിജ്ഞ എടുത്തിട്ടാണ് പോയത്. ഹദീസിൽ പറയുന്നത് ഫഹ്മറത്ത് വജ്ഹു, റസൂലിന്റെ മുഖം പെട്ടെന്ന് ചുവന്നു. റസൂലിന് വല്ലാത്ത ദേഷ്യം തോന്നി. അവരെ തിരിച്ചു വിളിക്കാൻ പറഞ്ഞു. അവരെ തിരിച്ചു വിളിച്ചിട്ട് റസൂൽ അവരോട് പറയുകയാണ്, അമാ ഇന്നനി അഖ്ശാകും ലില്ലാഹി വഅത്ഖാകും, നിങ്ങൾ അറിയണം, നിങ്ങളെക്കാൾ തഖ്വയുള്ളവനും ഭയക്കുന്നവനും ഞാനാണ്. ആ ഞാൻ നോമ്പെടുക്കാറുണ്ട്, പക്ഷെ നോമ്പ് മുറിക്കുന്ന സന്ദർഭങ്ങൾ ഒരുപാടുണ്ട്. ഞാൻ ചിലപ്പോ നോമ്പെടുക്കും, ചിലപ്പോ നോമ്പെടുക്കൂല. വനാമുല്ലയില, ഞാൻ രാത്രി ഉറങ്ങും, നിന്ന് നമസ്കരിക്കുകയും ചെയ്യാറുണ്ട്. രാത്രി മുഴുവൻ ഞാൻ നിന്ന് നമസ്കരിക്കുന്ന സ്വഭാവം എനിക്കില്ല. ഞാൻ വിവാഹം കഴിക്കുകയും കുടുംബജീവിതം വെച്ചു പുലർത്തുകയും ചെയ്യുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ഒരു സന്തുലിതാവസ്ഥ ഉണ്ടാവണം. ഈ സന്തുലിതാവസ്ഥക്കാണ് വസത്തിയത്ത്. റസൂൽ പറയാൻ, ഫമൻ റഗിബ അൻ സുന്നതി ഫലൈസ മിന്നി. ഇതൊക്കെ അറിഞ്ഞിട്ട് ആരെങ്കിലും എന്റെ സുന്നത്തിനെ, അഥവാ രാത്രി ഉറങ്ങുന്ന, നോമ്പ് മുറിക്കുകയും പിടിക്കുകയും ചെയ്യുന്ന, വിവാഹ ജീവിതം നയിക്കുകയും കുടുംബജീവിതം പുലർത്തുകയും ചെയ്യുന്ന എന്റെ സുന്നത്തിനെ വെറുത്തുകൊണ്ട് മറ്റൊരു സുന്നത്ത് സ്വന്തമായി ഉണ്ടാക്കിയെടുത്താൽ ഫലൈസ മിന്നി, അവൻ എന്നിൽപ്പെട്ടവനല്ല, അവൻ വിശ്വാസികളിൽപ്പെട്ടവനല്ല എന്ന് റസൂൽ പഠിപ്പിക്കുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, വസത്തിയത്തിന്റെ ഒന്നാമത്തെ ആശയം ജീവിതത്തിൽ സന്തുലിതത്വം ഉണ്ടാകും. അതിന് ഏറ്റവും മനോഹരമായ ഉദാഹരണം എന്താണെന്ന് വെച്ചാൽ, നമുക്കറിയാം, ഈ ഹജ്ജും ഉംറയുമായി ബന്ധപ്പെട്ട് പ്രത്യേകമായൊരു ദുആയും അള്ളാഹു പഠിപ്പിച്ചിട്ടില്ല.
ആളുകൾ തെറ്റിദ്ധരിക്കുന്നതാണ് ഹജ്ജിന് പോകുമ്പോൾ ഒരുപാട് ദുആയും പ്രാർത്ഥനയൊക്കെ കാണാൻ വെച്ചിരുന്നു. അങ്ങനെ ഒരു ദുആ ഇല്ല. ഹജ്ജിനും ഉംറയ്ക്കൊന്നും പ്രത്യേകമായ ദുആകളില്ല. അതേസമയം ഹദീസുകളിൽ ആകെ കൂടി വന്നിട്ടുള്ളത് തവാഫ് ചെയ്യുമ്പോൾ ഒരാള് ഹജറുൽ അസ്വദിന് എത്തുന്നതിന് തൊട്ടു മുമ്പുള്ള ഭാഗം, റുക്നുൽ യമാനി മുതൽ ഹജറുൽ അസ്വദിനുള്ള ഭാഗത്ത് അയാളൊരു ദുആ ചൊല്ലാൻ പറഞ്ഞിട്ടുണ്ട്. അത് സുന്നത്താണ് ചൊല്ലുന്നത്, നിർബന്ധമൊന്നുമല്ല. പക്ഷെ ആ ദുആ എന്താണെന്നറിയോ? ആ ദുആ വളരെ പ്രധാനപ്പെട്ട ഒരു ദുആയാണ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. പടച്ച തമ്പുരാനെ, ഞങ്ങൾക്ക് നീ ദുനിയാവിലും ആഖിറത്തിലും നന്മ തരണം. എനിക്ക് ആഖിറത്തിൽ മാത്രമല്ല നന്മ വേണ്ടത്, ദുനിയാവിലും വേണം. അപ്പൊ ഈ നിലപാടിനെയാണ് സന്തുലിതമായ നിലപാട് എന്ന് പറയാൻ വേണ്ടി വസതിയത്ത് പ്രയോഗിച്ചത്. വസതിയത്തിന്റെ രണ്ടാമത്തെ അർത്ഥം എന്താ പറയുക? അത് സ്വന്തം നിലനിൽക്കാനുള്ള ശേഷി ഉണ്ടാവണമെന്നാണ്. സ്വാശ്രയത്വം എന്നാണ്. വസത്ത് എന്ന് പറഞ്ഞാൽ മധ്യമം എന്നാണ്, സെന്ററിൽ നിൽക്കുക എന്നാണ്. എനിക്ക് ഒരാവശ്യത്തിനും ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയേണ്ടതില്ല. അതിനെയാണ് വസതിയത്ത് എന്ന് പറയുക. എന്റെ കുടുംബ വിഷയം പരിഹരിക്കാൻ എനിക്ക് ഇടത്തോട്ട് നോക്കണ്ട, കാർൽ മാർക്സിന്റെ പറയാൻ പോകണ്ട. എനിക്ക് പുതിയ ലിബറൽ ആശയങ്ങളുടെ പുറകെ പോകേണ്ടതില്ല. എനിക്ക് ഇസ്ലാമിൽ തന്നെ ഉണ്ട്. എന്റെ സാമ്പത്തിക വിഷയങ്ങൾ എങ്ങനെ പരിഹരിക്കണം, എന്റെ മാനസിക പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള സംവിധാനങ്ങൾ എന്താണ്, അതിലെനിക്ക് വലത്തോട്ടും ചെയ്യല്ല, ഇല്ല ഇടത്തോട്ടും ചെയ്യേണ്ടല്ല. എനിക്ക് സ്വന്തം നിലനിൽക്കാൻ കഴിയും. ഇതിനെയാണ് വസതി എന്ന് പറയാം. ഈ 6 ഗുണങ്ങൾ ആരാധനാ മേഖലയിൽ ഉണ്ടാകണം. ആരാധനയിൽ അയാൾ സത്യം പുലർത്തണം, അയാൾക്ക് കാരുണ്യം ഉണ്ടാകണം. അതുകൊണ്ടാണ്, കാരുണ്യമുള്ളത് കൊണ്ടാണ് കുഞ്ഞുങ്ങൾ കരയുമ്പോൾ ഇമാമിനോട് നിങ്ങൾ നമസ്കാരം ചുരുക്കാൻ ആവശ്യപ്പെട്ടത്. നീതിബോധം ഉണ്ടാവണം, അവിടെ എല്ലാവർക്കും അവകാശം ഉണ്ടാകണം. പെണ്ണിനെ കുറിച്ച് മുട്ടിവിട്ടരുത്, എല്ലാവർക്കും ആ അവകാശം ലഭിക്കണം. വൃത്തി ഉണ്ടാവണം, പള്ളി വൃത്തിയാവണം. ലജ്ജാബോധം ഉണ്ടാകണം, തെറ്റുകളിൽ നിന്ന് തടുക്കാനുള്ള പ്രേരണയായിരിക്കണം നമസ്കാരം എന്ന് പറയുന്നത്. അവിടെയും സന്തുലിതത്വം നിങ്ങൾ പാലിക്കണം. കുടുംബ മേഖലയിലും ഇതൊക്കെ പാലിക്കണം. നമ്മുടെ വീടുകളിൽ കാരുണ്യം ഉണ്ടാകണം, നീതിബോധം ഉണ്ടാകണം, നമ്മുടെ വീടുകൾ വൃത്തിയുള്ളതാവണം, വീടുകളിൽ തെറ്റിനുള്ള അന്തരീക്ഷം ഉണ്ടാവാതിരിക്കണം, വസതിയത്ത് ഉണ്ടാവണം നമ്മുടെ ജീവിക്കുന്ന രീതിയിൽ. സാമ്പത്തികത്തിലും അത് തന്നെയാണ്. നമ്മുടെ സാമ്പത്തിക ഇടപാടുകളിൽ ഈ പറയുന്ന സത്യവും കാരുണ്യവും നീതിയും വൃത്തിയും ലജ്ജയും നമ്മൾ പാലിക്കണം. നമ്മുടെ സാമൂഹ്യ ബന്ധങ്ങളിൽ നമ്മളത് പാലിക്കണം. നമ്മുടെ സംസ്കാരത്തിൽ ഉണ്ടാകണം. നമ്മുടെ ഭക്ഷണം വൃത്തിയുള്ളതാവണം. അത് മനുഷ്യനെ തെറ്റിക്കുന്നതാകാൻ പാടില്ല. നമ്മുടെ സിനിമകള്, നമ്മുടെ സംഗീതം, അതും സത്യം, കാരുണ്യം, നീതി, വൃത്തി, ലജ്ജാബോധം, വസതിയത്ത് എന്ന് പറയുന്ന ഗുണങ്ങളെ പ്രതിഫലിപ്പിക്കുന്നതാകണം. ഇതാണ് മനുഷ്യ ജീവിതത്തിന്റെ രണ്ടാമത്തെ അടിത്തറ. അപ്പൊ ഒന്നാമത്തെ അടിത്തറ നമ്മൾ പറഞ്ഞു, മനുഷ്യ ജീവിതത്തിൽ അള്ളാഹു നിശ്ചയിച്ച ഒന്നാമത്തെ അടിത്തറ അഖീദയാണ്, അഥവാ ആദർശമാണ്. രണ്ടാമത്തേത് ധാർമ്മികതയാണ്. മൂന്നാമത്തേത് മനുഷ്യ ജീവിതത്തിന്റെ മൂന്നാമത്തെ അടിത്തറ നിയമങ്ങളാണ്, അഹ്കാം എന്നാണ് പറയുക. ഇതാണ് യഥാർത്ഥത്തിൽ ഇന്നത്തെ എന്റെ ചർച്ചയുടെ തുടക്കം. ഞാൻ ഇതിന്റെ ഒരു ആമുഖം കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പറഞ്ഞതാണ്. ശരീഅത്ത് എന്നോ ഫിഖ്ഹ് എന്നോ ആണ് നമ്മൾ നിയമങ്ങളെ കുറിച്ച് പറയുക. വിശദമായി പിന്നെ പറയുന്നതുകൊണ്ട് ഞാനത് ഒഴിവാക്കുക. നിയമങ്ങൾ എല്ലാ ആരാധനാ മേഖലയിൽ നമുക്ക് നിയമമുണ്ട്. എങ്ങനെയാ ഉളു കൊടുക്കേണ്ടത്, നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ എങ്ങനെയാ നിൽക്കേണ്ടത്, കൈ എവിടെയാ വെക്കേണ്ടത്, നിയമങ്ങളുണ്ട്. ഇതേപോലെ നമ്മുടെ കുടുംബത്തിലുണ്ട്. വിവാഹത്തിന് വേണ്ട ഉപാധികൾ എന്താണ്, വിവാഹ മോചനം ചെയ്യുമ്പോൾ പാലിക്കേണ്ട നിയമങ്ങൾ എന്താണ്, മക്കളെ വളർത്തുമ്പോൾ അല്ലെ, ചെറിയ കുട്ടികളോട് പറഞ്ഞിട്ടില്ലേ, 7 വയസ്സായ കുട്ടികൾ ഉണ്ടെങ്കിൽ നിങ്ങൾ അവരെ എന്ത് ചെയ്യരുത്, ഒരേ വിരിപ്പിന് കീഴിൽ കിടത്തരുത്. കാരണം കുട്ടി ആണും പെണ്ണും ഒക്കെ പരസ്പരം തിരിച്ചറിയാൻ കഴിയുന്ന കാലമാണ്. അതുകൊണ്ട് ആ പ്രായമാകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യരുത്, കുട്ടികളെ ഒരേ വിരിപ്പിൽ കിടത്തരുത്. 7 വയസ്സാകുമ്പോൾ കുട്ടികളോട് നിങ്ങൾ നിസ്കരിക്കാൻ പറയണം. ചെറിയ കുട്ടികളോട് ഖുർആൻ പറയുകയാണ്. സ്വന്തം ഉമ്മയുടെയും വാപ്പയുടെയും റൂമിൽ കയറാൻ വേണ്ടി വരുമ്പോൾ പോലും അവരോട് പറയണം, മക്കളെ 3 സന്ദർഭങ്ങളിൽ നിങ്ങൾ വാപ്പയുടെ ഉമ്മയുടെ റൂമിലേക്കാണ് വരുന്നതെങ്കിലും ഒന്ന് മുട്ടി വിളിച്ച് അനുവാദം ചോദിച്ചിട്ടേ അവരാവുള്ളൂ. ഇത് സൂറത്ത് നൂറിലെ ഒരു ആയത്തിന്റെ ആശയം ഞാൻ പറഞ്ഞതാണ്. സലാത്ത് ഔറാത്തിലൊക്കെ 3 സമയം നിങ്ങൾക്ക് ഔറത്താണ്. ഒന്ന്, വാപ്പയും ഉമ്മയും അവരുടെ റൂമിൽ ഇഷ കഴിഞ്ഞിട്ട് അവരുടെ റൂമിലേക്ക് കയറേണ്ടി വരുമ്പോൾ നിങ്ങൾ മുട്ടിയിട്ട് കയറണം. രണ്ടാമത്തേത്, അവർ ഉച്ചക്ക് ഭക്ഷണം കഴിച്ച് വിശ്രമിക്കുന്ന വേളയിൽ അങ്ങോട്ട് കയറുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ മുട്ടിയിട്ട് കയറണം. മൂന്നാമത്തേത്, നിങ്ങൾ സുബഹിന് മുമ്പ് അവരുടെ റൂമിൽ കയറേണ്ടി വന്നാൽ നിങ്ങളൊന്ന് റൂമിൽ മുട്ടിയിട്ട് അനുവാദം ചോദിച്ചിട്ടേ കയറാവൂ. ഇത് പറയാൻ കഴിയുന്ന നിയമങ്ങളുണ്ട്. ഇപ്പൊ നമ്മുടെ കുടുംബത്തിൽ നിയമങ്ങളുണ്ട്, സമ്പത്തിൽ നിയമങ്ങളുണ്ട്. പലിശ പാടില്ല, വഞ്ചന പാടില്ല, പലിശ പാടില്ല, ഹറാമായ മുതലുകൾ നമ്മുടെ സമ്പാദ്യത്തിലേക്ക് കടന്നു വരാൻ പാടില്ല. അതാണ് അവിടുത്തെ നിയമങ്ങൾ.
സാമൂഹ്യ മേഖലയിലും നിയമങ്ങളുണ്ട്. എങ്ങനെയാണ് മോഷണത്തിന്റെ ശിക്ഷ എന്താണ്, വ്യഭിചാരത്തിന്റെ ശിക്ഷ എന്താണ്, വ്യഭിചാര ആരോപണം നടത്തുന്നതിന്റെ ശിക്ഷ എന്താണ്, വളരെ കൃത്യമായി ആ വിഷയങ്ങളും നിയമങ്ങൾ നൽകിയിട്ടുണ്ട്. സാംസ്കാരിക മേഖലയിലും നമുക്ക് നിയമങ്ങളുണ്ട്. ഭക്ഷണം, ഏതൊക്കെ ഭക്ഷണം ഹലാലാണ്, ഏതൊക്കെ ഭക്ഷണം ഹറാമാണ്, അവിടുത്തെ എവിടൊക്കെയാണ് മറക്കേണ്ടത്, എങ്ങനെയൊക്കെയാണ് മറക്കേണ്ടത്, ഏത് രീതിയിലാണ്, നമ്മുടെ വിനോദങ്ങൾ ഏത് പരിധി വരെയാകാം, നമ്മുടെ സാഹിത്യവും നമ്മുടെ കലയും നമ്മുടെ സിനിമകളും എങ്ങനെയാവാം, അതിന് നിയമങ്ങളുണ്ട് ഇസ്ലാമിൽ. അപ്പൊ ഈ പറയുന്ന മൂന്നാമത്തെ അടിത്തറ, ഈ മൂന്നാമത്തെ അടിത്തറകൾക്കാണ് നമ്മൾ നിയമങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, മനുഷ്യ ജീവിതത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല 3 അടിത്തറകൾ നിശ്ചയിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ അടിത്തറ അഖീദയാണ്, രണ്ടാമത്തെ അടിത്തറ അഖ്ലാഖ് ധാർമ്മികതയാണ്, മൂന്നാമത്തെ അടിത്തറ അഹ്കാം അഥവാ നിയമങ്ങളാണ്. ഇത് പാലിക്കുമ്പോഴാണ് ഒരാൾ ശരിക്കും മുസ്ലിം ആവുക. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാല്, ആദം നബി മുതൽ അവസാന മനുഷ്യർക്ക് വരെ അള്ളാഹു നൽകിയ അഖീദയും ധാർമ്മികതയും ഒന്നായിരുന്നു. ഇത് സ്ഥലകാലം അനുസരിച്ച് മാറൂല. പിന്നെ നൂഹ് നബിയുടെ കാലത്ത് കാരുണ്യം മഹാഗുണമാണ്. പക്ഷെ ഇപ്പൊ ഇത് 2025 ഇപ്പൊ കാരുണ്യത്തിന് വലിയ പ്രസക്തിയില്ല എന്ന് പറയാൻ പറ്റൂല. അല്ലെങ്കിൽ ആദം നബിയുടെ കാലത്ത് ആളുകൾ അള്ളാഹുനെ തന്നെ ഇബാദത്ത് ചെയ്യാൻ പാടുള്ളൂ. ഇപ്പോ കുറച്ചൊക്കെ മനുഷ്യന്മാർ പുരോഗതി കൈവരിച്ചില്ലേ, അതുകൊണ്ട് ഇന്നിപ്പോ അങ്ങനെ അത് വേണ്ട, ഇന്ന് അള്ളാഹു ഇബാദത്ത് ചെയ്യേണ്ടതില്ല, വേറെ കുറെ ആളുകളെ കൂട്ടത്തിൽ വേണമെങ്കിൽ ആഡ് ചെയ്യാം എന്ന് പറയാൻ പറ്റൂല. അപ്പൊ എല്ലാ പ്രവാചകന്മാർക്കും ആദം നബി മുതൽ അവസാന മനുഷ്യൻ വരെയുള്ള എല്ലാ മനുഷ്യർക്കും അള്ളാഹു നൽകിയ അഖീദ ഒന്നായിരുന്നു, ധാർമ്മികതയും ഒന്നായിരുന്നു, ഈ പറഞ്ഞ ലജ്ജയും വൃത്തിയും തന്നെയായിരുന്നു. പക്ഷെ നിയമങ്ങൾ അങ്ങനല്ല. നിയമങ്ങളുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നിയമങ്ങൾ സ്ഥലവും കാലവും അനുസരിച്ച് മാറും. ഞാനൊരു ഉദാഹരണം പറഞ്ഞ് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഉദാഹരണത്തിന്, എനിക്ക് എന്റെ സഹോദരി വിവാഹം കഴിക്കാൻ പാടുണ്ടോ? പാടില്ല, ഹറാമാണ്, നിഷിദ്ധമാണ്. എനിക്ക് എന്റെ സഹോദരി വിവാഹം കഴിക്കാൻ പാടില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ആൺകുട്ടിയെ കൊണ്ട് എന്റെ മോനെ കൊണ്ട് മകളെ വിവാഹം കഴിപ്പിക്കാൻ പാടില്ല. പക്ഷെ ആദം നബി എന്താ ചെയ്യാൻ പറ്റുക? ആദം നബിക്ക് വേറെ നിവൃത്തിയൊന്നുമില്ലായിരുന്നു. അപ്പൊ ആദം നബിയുടെ മക്കളെ കൊണ്ട് തന്നെയാണ് പരസ്പരം വിവാഹം കഴിപ്പിച്ചത്. കാരണം നിയമങ്ങളുടെ ഒരു പ്രത്യേകത, നിയമങ്ങൾ അവർ ജീവിക്കുന്ന സ്ഥലവും കാലവും അനുസരിച്ച് മാറ്റമുണ്ടാകും. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ സമൂഹങ്ങൾക്കും ഒരേ അഖീദയും ഒരേ അഖ്ലാഖും നൽകിയപ്പോൾ അഹ്കാമുകളിൽ മാറ്റമുണ്ടായി. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്, ലികുല്ലിൻ ജഅൽനാ മിൻകും ശിർഅതൻ വ മിൻഹാജ. അല്ലാഹു അവരിൽ ഓരോരുത്തർക്കും ശരീഅത്തും, മിൻഹാജ് മീൻസ് ഫിഖ്ഹും നൽകിയിട്ടുണ്ട്. അല്ലാഹു ഓരോ സമൂഹങ്ങൾക്കും അവർക്ക് നൽകിയ ശരീഅത്തും ഫിഖ്ഹും വ്യത്യസ്തമായിരുന്നു. അഥവാ മൂസാ നബിയുടെ ശരീഅത്തല്ല മുഹമ്മദ് നബിയുടെ ശരീഅത്ത്, മുഹമ്മദ് നബിയുടെ ശരീഅത്തായിരുന്നില്ല നൂഹ് നബിക്ക് ലഭിച്ച ശരീഅത്ത്. ഇത് സ്ഥലകാലങ്ങൾക്കനുസരിച്ച് മാറ്റവിധേയമാണ്. അതേസമയം ഒരു പ്രവാചകന് ലഭിക്കുന്ന ശരീഅത്ത് എന്ന് പറയുന്നത് ആ പ്രവാചകന്റെ ദൗത്യം അവസാനിക്കുന്നവരെ അവർക്ക് ബാധകമായിരിക്കും. ഈ അർത്ഥത്തിൽ മുഹമ്മദ് നബിയുടെ ശരീഅത്ത് ആർക്കൊക്കെ ബാധകമാകും? മുഹമ്മദ് നബിക്ക് ശേഷം പ്രവാചകൻ വരൂല, ലാ നബിയ്യ വലാ റസൂല ബഅദഹു. അതുകൊണ്ട് മുഹമ്മദ് നബിയുടെ ശരീഅത്ത് എന്ന് പറയുന്നത് മുഹമ്മദ് നബിയുടെ കാലം മുതൽ ലോകാവസാനം വരെയുള്ള എല്ലാ മനുഷ്യർക്കുമുള്ള ശരീഅത്താണ്. അതിന് മാറ്റം ഉണ്ടാവുകയില്ല. ഇതാണ് നമ്മൾ പറയുന്ന കാര്യം. ഇവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതിന്റെ വിശദാംശങ്ങൾ പിന്നെ പറയും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ നമുക്ക് 3 അടിത്തറകൾ നമ്മുടെ ജീവിതത്തിന് നിശ്ചയിച്ച് തന്നിട്ട് അള്ളാഹ് പറഞ്ഞത് എന്താന്ന് വെച്ചാല്, ഇത് 3ഉം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവണം. ഇപ്പൊ ഒരാൾ പറയാണ്, ഇസ്ലാമിന്റെ ആദർശം വളരെ സംഭവ ബഹുലമാണ്, ഞാൻ എന്റെ സാമ്പത്തിക മേഖല ആരാധനകൾ അള്ളാഹുവിന് തന്നെയാണെന്ന് ഉറച്ചു വിശ്വസിക്കുന്നു, അതേപോലെ തന്നെ കുടുംബജീവിതം അള്ളാഹുക്കനുസരിച്ചാകണമെന്ന് ഉറച്ചു വിശ്വസിക്കുന്നു, ഇതൊക്കെ ഞാൻ വിശ്വസിക്കുന്നു, നേരത്തെ പറഞ്ഞ ഈ പറയുന്ന ധാർമ്മിക ഗുണങ്ങളും ഞാൻ പാലിക്കുന്നു, പക്ഷെ നിയമങ്ങൾ അനുസരിക്കുന്നില്ല, ഞാനൊരു പ്രാക്ടീസിങ് മുസ്ലിം അല്ല, അയാൾ എന്താവൂല? അയാൾ പൂർണ്ണാർത്ഥത്തിൽ മുസ്ലിം ആവുകയില്ല. ക്ലിയർ ആണോ? രണ്ടാമത്തെ വിഷയം ഇത് തന്നെയാണ്. വേറെ ആൾ പറയാം, ഒരാൾക്ക് ഭയങ്കരമായ അഖീദയും വിശ്വാസവും ഒക്കെ ഉണ്ട്, അയാൾ നിയമങ്ങളും അതേപോലെ തന്നെ പാലിക്കും, നിസ്കരിക്കാൻ നിൽക്കുമ്പോഴും നോമ്പെടുക്കാൻ നിൽക്കുമ്പോഴൊക്കെ വളരെ സൂക്ഷ്മതയോടുകൂടി ആ ചടങ്ങുകൾ വളരെ കൃത്യമായി അനുഷ്ഠിക്കും. പക്ഷെ അയാളുടെ സ്വഭാവം മോശമാണെങ്കിലോ,
സ്വഭാവ മോശമാണെങ്കിലോ അള്ളാഹ് പറയുന്നു അത് സ്വീകരിക്കില്ല. നിങ്ങൾ സാധാരണ നോമ്പ് കാലങ്ങളിൽ കേൾക്കുന്ന ഒരു ഹദീസില്ലേ, മല്ലം യദഉ ഖൗല സൂരി വൽ അമല ബിഹി ഫലൈസ ലില്ലാഹി ഹാജത്തുൻ ഫീ അൻ യദഅ തആമഹു വശറാബഹു. ആരെങ്കിലും മോശമായ വാക്കും പ്രവർത്തനവും ഒഴിവാക്കുന്നില്ല എങ്കിൽ അള്ളാഹു നോമ്പെടുത്തിട്ട് കാര്യമില്ല. അപ്പൊ അവൻ ആദർശവുമുണ്ട്, നിയമമുണ്ട്, എന്തില്ല? ധാർമ്മികമായ നിലപാടുകളില്ല, ജീവിതത്തിൽ മൂല്യങ്ങളില്ല. റസൂലിന്റെ അടുത്ത് ഒരാള് വന്നിട്ട്, റസൂലെ, എന്റെ നാട്ടിലൊരു പെണ്ണുണ്ട്. എന്താ പെണ്ണ്? നിസ്കാരത്തോട് നിസ്കാരം, നോമ്പോട് നോമ്പ്, എല്ലാ ആരാധനാ കാര്യങ്ങളിലും ഭയങ്കര നിഷ്ഠ. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. എന്താണെന്ന് വെച്ചാല് അയൽവാസികളോടുള്ള അവളുടെ ബന്ധം ശരിയല്ല. ഇല്ല അന്നഹ തൂദി ജീറാനഹ. അവൾ തന്റെ അയൽവാസിയുമായി നിരന്തരം ശണ്ഠയിലാണ്, ഉപദ്രവം ഉണ്ടാക്കുന്നു. അപ്പൊ റസൂൽ പറയാണ് ഹിയ ഫിന്നാർ, അവൾ നരകത്തിലാണ്. എനിക്കത് പറയാനൊരു മടിയില്ല എന്ന് റസൂൽ പറഞ്ഞു. അതേസമയം സാമാന്യം ചെയ്യുന്ന അത്യാവശ്യം പാത്രമൊക്കെ എടുക്കും. അതേസമയം പെരുമാറ്റം വളരെ മികച്ച പെരുമാറ്റമാണ്. റസൂൽ പറഞ്ഞു ആ പെണ്ണ് ഹിയ ഫിൽ ജന്ന എന്ന് പറയാനും എനിക്ക് മടിയില്ല, അവൾ സ്വർഗത്തിലായിരിക്കും. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പലപ്പോഴും മുസ്ലിം സമൂഹത്തിൽ നമുക്കൊക്കെ സംഭവിക്കുന്ന വിഷയം എന്താ വെച്ചാൽ നമ്മുടെ ആദർശവും നിയമവും ഒക്കെ നമ്മൾ പാലിക്കും, പക്ഷെ നമ്മുടെ പെരുമാറ്റം മോശമാവും. പെരുമാറ്റം മോശമായാൽ ദീന് തന്നെ ഇല്ലാതാവുക. അതുകൊണ്ടാണ് റസൂലുള്ളാഹി പറഞ്ഞത് ഇന്നമാ ബുഇസ്തു ലിഉതമ്മിമ മകാരിമൽ അഖ്ലാഖ്. ഞാൻ നിയോഗിക്കപ്പെട്ടത് തന്നെ നല്ല സ്വഭാവം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അഥവാ റസൂലിന്റെ നിയോഗം തന്നെ മനുഷ്യന്മാര് നല്ല രീതിയിൽ വർത്തിക്കുക എന്നതാണ്. അതുകൊണ്ടാണ് ഇസ്ലാമിലെ എല്ലാ ആരാധനകളെയും സ്വഭാവവുമായി ബന്ധിപ്പിച്ചത്. എല്ലാ ആരാധനകളും സമയമില്ലാത്തത് ഞാൻ ഒഴിവാക്കും. അപ്പൊ ഞാൻ പറഞ്ഞത് ഈ പറഞ്ഞ ആദർശവും ഈ പറഞ്ഞ ധാർമ്മികതയും ഈ പറഞ്ഞ നിയമങ്ങളും ഒരു മനുഷ്യൻ ജീവിതത്തിൽ പാലിക്കണം. ഇത് ഏതെങ്കിലും ഒന്ന് വിട്ടുകളഞ്ഞാൽ പറ്റൂല. അപ്പൊ നമ്മൾ സാധാരണ നോമ്പ് കാലം വരുമ്പോഴേ ചില മുസ്ലിം സുഹൃത്തുക്കൾ നല്ല പെരുമാറ്റമുള്ള ആളുകളായിരിക്കും. അവർ നോമ്പ് കൊടുക്കും, കറക്റ്റ് ടൈമിൽ പാലിച്ച് സുബഹിയുടെ സമയം നോക്കി ഭക്ഷണം കഴിച്ച് അത്താഴം കഴിച്ച് മഗ്‌രിബിന് നോമ്പ് കൊടുക്കും. പക്ഷെ അവർക്ക് വിശ്വാസമൊന്നും ഉണ്ടാവില്ല. അവരുടെ കാര്യത്തെ കുറിച്ച് ദീന് പറയുന്നത് വളരെ ശരിക്കും മുസ്ലിം ആകണമെങ്കിൽ ഇത് മൂന്നും പാലിക്കണം. നമ്മുടെ ഈ കാലഘട്ടത്തിൽ ഇസ്ലാം അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധികളിൽ ഒന്നെന്താണെന്ന് വെച്ചാല് ഇത് പാലിക്കുന്നില്ല എന്നുള്ളതാണ്. ആദർശമുണ്ടാകും, നിയമങ്ങൾ പാലിക്കും, പക്ഷെ സ്വഭാവം മോശമായിരിക്കും. ചിലപ്പോൾ സ്വഭാവം നന്നായിരിക്കും, ആദർശം ഉണ്ടാകും, പക്ഷെ പ്രാക്ടീസ് ചെയ്യില്ല. ഇതൊരു പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം, ഇത് ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും ഉണ്ടാകണം. ഇപ്പൊ പള്ളിയിൽ വരുമ്പോൾ ഞാൻ നല്ല മുസ്ലിം, നിസ്കാരമൊക്കെ ഉണ്ട്, കുടുംബത്തിന് വലിയ പ്രശ്നമൊന്നുമില്ല, വിവാഹത്തിന് വിഷയത്തിനൊക്കെ വിഷയമുണ്ട്. പക്ഷെ സമ്പത്തിന് വിഷയം വരുമ്പോൾ അല്ലറ തട്ടിപ്പും അല്ലറ വെട്ടിപ്പൊക്കെ ഞാൻ നടത്തും. അവിടെ എനിക്ക് ഇസ്ലാമില്ല, അയാൾ മുസ്ലിം ആകൂല എന്നാ പറഞ്ഞ. നേരെ തിരിച്ച് ഒരാൾ പറയാൻ ആരാധനാ മേഖലയിലേക്ക് അള്ളാഹുവിന്റെ നിയമം മതി, കുടുംബ മേഖലയിൽ അള്ളാഹുവിന്റെ നിയമം മതി, സാമ്പത്തിക മേഖലയിൽ അള്ളാഹുവിന്റെ നിയമം മതി, എന്റെ ഭക്ഷണം വസ്ത്രം ഒക്കെ ഞാൻ തീരുമാനിക്കുന്നത് അള്ളാഹുവിന്റെ നിയമം അനുസരിച്ചാണ്. പക്ഷെ സാമൂഹ്യ വിഷയങ്ങളിൽ എനിക്ക് എന്റേതായ നിലപാടുണ്ട്. അവിടെ എനിക്ക് കാറൽ മാർക്സിന്റെ സിദ്ധാന്തത്തോടാണ് കൂടുതൽ താല്പര്യം. ഒരു സമൂഹത്തിന്റെ സാമൂഹ്യമായ പുനഃസംഘടന നടക്കേണ്ടത് മാർക്സിയൻ തത്വത്തിനനുസരിച്ചാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അള്ളാഹ് പറയുന്ന അങ്ങനെ ഒരു വേക്കൻസി ഇസ്ലാമിലില്ല. അതായത് ഒരാൾക്ക് പാർട്ട് ടൈം മുസ്ലിം ആവാനുള്ള ഒരു വേദി ഇസ്ലാമിലില്ല. അള്ളാഹു പറഞ്ഞ വളരെ കൃത്യം. നോക്ക്, യാ അയ്യുഹല്ലദീന ആമനൂ ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫത്തൻ. എല്ലാവരും കൂടെ ഇസ്ലാമിലേക്ക് വരണമെന്ന് ഇസ്ലാം അള്ളാഹ് പറഞ്ഞിട്ടില്ല. അങ്ങനെ പറയുകയാണെങ്കിൽ വാക്ക് തിരുത്തണമായിരുന്നു. യാ അയ്യുഹല്ലദീന ആമനൂ ഉദ്ഖുലൂ ഫിസ്സിൽമി അജ്മഈൻ എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. നിങ്ങൾ എല്ലാവരും മുസ്ലിങ്ങളാകും എന്നല്ല അള്ളാഹ് പറഞ്ഞത്. ആരാണോ മുസ്ലിം ആകാൻ വേണ്ടി വരുന്നവൻ അവൻ എന്ത് ചെയ്യണം? അവൻ കംപ്ലീറ്റ്ലി കയറി വരണമെന്നാണ്. ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫത്തൻ. ആ വരുന്നവൻ സമ്പൂർണമായിട്ട് ദീനിൽ വരണം. അവന്റെ രാഷ്ട്രീയ വീക്ഷണം കാറൽ മാർക്സിൽ കൊടുത്തു, സാമ്പത്തിക വീക്ഷണം പിന്നെ ഫെഡറിക് എംഗൽസിന്റെ പുറകെ കൊടുത്തു, അവന്റെ മനഃശാസ്ത്രപരമായ സമീപനങ്ങളിൽ അത് റസൂലിന്റെ നിർദ്ദേശങ്ങളൊന്നുമല്ല, അതിലെനിക്ക് ഫ്രോയിഡിന്റെ തത്വങ്ങളാണ് ഇഷ്ടം. അതേസമയം പള്ളിയിൽ വരുമ്പോൾ ഞാൻ നല്ല ഒന്നാം തരം മുസ്ലിം, വീട്ടിൽ വരുമ്പോൾ അതിനേക്കാൾ മികച്ച മുസ്ലിം. അതേസമയം അങ്ങാടിയിൽ വരുമ്പോൾ ഞാൻ മുസ്ലിം അല്ല, ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനാണ്, അല്ലെങ്കിൽ ഞാൻ മറ്റു രാഷ്ട്രീയ വീക്ഷണം വെച്ചു കൊടുക്കുന്നവരാണ്. ഇത് പറഞ്ഞാൽ അവൻ മുസ്ലിം ആവില്ല എന്നാണ് അള്ളാഹ് പറഞ്ഞത്. അങ്ങനെ നിങ്ങൾക്ക് പാർട്ട് ടൈമായി മുസ്ലിം ആകാൻ ഒരു അവസരമില്ല. ഞാൻ എന്റെ നാട്ടില് ഒരു ഉദാഹരണം പറയാൻ വേണ്ടി പറഞ്ഞാൽ, എന്റെ നാട്ടിലൊരു യോഗ സംഘടിപ്പിച്ചപ്പോ ഞാൻ ക്ലാസ് പ്രസംഗിച്ചപ്പോൾ ഞാൻ ഈ ആശയങ്ങൾ പറഞ്ഞു. അപ്പൊ അവിടെ എന്തുണ്ട്, അവിടുത്തെ വാർഡ് മെമ്പർ മുസ്ലിമാണ്, നല്ല ദീനിയായ ഒരു പയ്യൻ. ദീനി എന്ന് നമ്മൾ പറയുന്ന പയ്യൻ, കാരണം പള്ളിയിലൊക്കെ കൃത്യമായി വരുന്ന ആൾക്ക്. അപ്പൊ അവൻ ചോദിച്ചു, അഷ്റഫ് സാഹിബ് പറയുന്നത് ഞാൻ മുസ്ലിം അല്ല എന്നാണോ? അപ്പൊ ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിച്ചു,
നിങ്ങൾ മുസ്ലിം ആണല്ലോ, പലിശയെ കുറിച്ച് എന്താണ് കാഴ്ചപ്പാട്? പലിശയെ കുറിച്ച് എന്റെ കാഴ്ചപ്പാട് പലിശ ഹറാമാണ് എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഇസ്ലാമെ പഠിപ്പിക്കുന്ന പലിശ ഹറാമാണ്. ഞാൻ ചോദിച്ചു, ശരി, നീ വിശ്വസിക്കുന്ന കമ്മ്യൂണിസത്തിൽ പലിശ എന്താണ്? അപ്പൊ നീ ഏത് സമയത്താണ് മുസ്ലിം ആവുക? പള്ളിയിൽ വരുമ്പോ എനിക്ക് പലിശ ഹറാമ്, പള്ളിക്ക് പുറത്ത് ഞാൻ രാഷ്ട്രീയ സാമൂഹ്യ മേഖല വരുമ്പോ എനിക്ക് പലിശ ഹലാൽ. സമ്മതിക്കുവോ? ഇല്ല. ശരി, ഒരു മുസ്ലിം പെണ്ണിന്റെ ഔറത്ത് എന്താ? അത് മുഖയും മുൻകൈ ഒഴിച്ചുള്ള മറക്കണം. അന്യപുരുഷന്മാരോട് ഇടപെടുന്ന സന്ദർഭങ്ങളിൽ അത്തരം സദസ്സുകളിൽ മറക്കണം. ശരി, ഈ വീക്ഷണം കമ്മ്യൂണിസത്തിന്റെ വീക്ഷണത്തിൽ എന്താണ് ഔറത്ത് പറഞ്ഞാല്? അവന് മിണ്ടാട്ടില്ല. നമുക്ക് അങ്ങനെ ആകാൻ പറ്റൂല. അതുകൊണ്ടാണ് അള്ളാഹു നമ്മളെ കൊണ്ട് പറയിപ്പിക്കുന്നത്, ഇന്റെ സ്വലാത്തി, തീർച്ചയായും എന്റെ നമസ്കാരവും, വനുസുക്കി, എന്റെ ആരാധനാ കർമ്മങ്ങളും. അത് എടുത്തു പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ മനുഷ്യന്മാരുടെ മനസ്സിൽ ആദ്യം വരുന്നത് കൊണ്ടാണ്. എന്നിട്ട് അള്ള തിരുത്തുകയാണ്, വമഹ്യായ, എന്റെ ജീവിതവും, വമമാതി, എന്റെ മരണവും, ലില്ലാഹി റബ്ബിൽ ആലമീൻ, പടച്ച തമ്പുരാന് മാത്രമാവുന്നു. ലാ ശരീക ലഹു, അതിലൊരു പങ്കുകാരനുമില്ല. നമ്മളെ കൊണ്ട് 5 നേരം പ്രതിജ്ഞ എടുപ്പിക്കുകയാണ്. അതിലൊരു പങ്കുകാരനുമില്ല. എന്റെ ജീവിതത്തിൽ ഒരു പങ്കുകാരനില്ല. എന്റെ സാമ്പത്തിക വിഷയം തീരുമാനിക്കുന്നിടത്ത്, എന്റെ രാഷ്ട്രീയ വിഷയം തീരുമാനിക്കുന്നിടത്ത്, എന്റെ സാമൂഹിക വിഷയം തീരുമാനിക്കുന്നിടത്ത്, അല്ലെങ്കിൽ എന്റെ സിനിമയും എന്റെ കലകളെയും തീരുമാനിക്കുന്നിടത്ത് അവിടെ അള്ള വരരുത്. മറിച്ച് എന്റെ പള്ളിയിൽ എന്റെ നമസ്കാരത്തിന്റെ റക്അത്ത് തീരുമാനിക്കുന്നിടത്ത് എനിക്ക് അള്ളാഹു വരാം എന്ന് പറയാൻ പറ്റൂല. ലാ ശരീക ലഹു, അവനൊരു പങ്കുകാരനുമില്ല. വബിദാലിക കൊടുത്തു, അങ്ങനെയാണ് ഞാൻ കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. വാന അവ്വലുൽ മുസ്ലിമീൻ, ഞാൻ ഒന്നാമത് മുസ്ലിം ആകുന്നത് അങ്ങനെയാണ് എന്ന് അള്ളാഹു നമ്മളെ കൊണ്ട് പറയിപ്പിക്കുന്ന ഒരു ഭാഗം അതാണ്. ഇത് വളരെ പ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇനി ഇതിന്റെ രണ്ടാമത്തെ ഭാഗം നിയമം എന്നതാണല്ലോ. നിയമം ആവിഷ്കരിക്കുക. ഇസ്ലാമിക ശരീഅത്ത് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക നിയമങ്ങൾ എന്നാണ്. അതിൽ ഇസ്ലാം എന്ന് പറയുന്ന പാട്ട് ഞാൻ വിശദീകരിച്ചു കഴിഞ്ഞു. നിയമത്തെ കുറിച്ചാണ് പറയുന്നത്. സാധാരണ നിയമം പറയുമ്പോൾ ആളുകൾ ചോദിക്കുന്ന ചോദ്യം, നമ്മൾ ഇത്രയും ബുദ്ധിയുള്ള പുതിയ എത്രയോ സാങ്കേതിക വിദ്യകളിൽ കുതിച്ചുയർന്ന മനുഷ്യൻ, AI വരുന്നു, നമുക്ക് നമ്മൾ സങ്കല്പിക്കാൻ കഴിയാത്ത മാറ്റമാണ് AI നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്നത്. ഇത്രയും സംവിധാനങ്ങളുള്ള ആകാശത്ത് ബഹിരാകാശത്ത് പോയി വരുന്ന മനുഷ്യൻ, അവനെ സംബന്ധിച്ച് അവന്റെ നിയമങ്ങൾ ഉണ്ടാക്കാൻ അവനെ തന്നെ ഏൽപ്പിച്ചുകൂടെ? ഞാൻ എന്ത് കഴിക്കണം എന്ത് കഴിക്കണ്ട തീരുമാനിക്കാനുള്ള അവകാശം എനിക്ക് തന്നൂടെ എന്ന് ചോദിക്കാറുണ്ട്. പിന്നെ നിങ്ങൾ എന്തിനാണ് നമ്മൾ ശരീഅത്ത് നിയമങ്ങൾ പിന്തുടരണം? ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അള്ളാഹുവിന്റെ നിയമം പിന്തുടരേണ്ട കാരണം എന്താ? മനുഷ്യർക്ക് അവനാവശ്യമായ നിയമങ്ങൾ ഉണ്ടാക്കിക്കൂടെ എന്നാണ് ചോദിക്കുന്നത്. ഈ ചോദ്യത്തിന് വിശുദ്ധ ഖുർആൻ 2 തരത്തിലുള്ള മറുപടിയാണ് നൽകുന്നത്. അത് ഒന്നാമത്തെ മറുപടി അള്ളാഹു പറയുന്നു, മനുഷ്യ, നിന്റെ കഴിവ് വളരെ പരിമിതമാവുന്നു. ഒന്ന് മനുഷ്യന്റെ പരിമിതിയാണ്. നിന്റെ പരിമിതി കൊണ്ടാണ് നിനക്ക് ആവശ്യമായ നിയമങ്ങൾ നിർമ്മിക്കാനുള്ള അവകാശം ഞാൻ നിനക്ക് തരാത്തത്. അതാണ് അള്ളാഹു പറയുന്ന ഒന്നാമത്തെ കാര്യം. എന്താ പരിമിതി? നമുക്കറിയാം, ഏതൊരു സംഗതിക്കും നിയമം ഉണ്ടാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ആ സംഗതിയെ സംബന്ധിച്ചുള്ള നല്ല അറിവുണ്ടാകണം. അപ്പൊ കാറ് എങ്ങനെ ഓടിക്കണം എന്നൊരാൾ നമുക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കാറിന്റെ മെക്കാനിസം അറിയണം. കാറിന്റെ ഗിയർ, അതിന്റെ ആക്സിലേറ്റർ, അതിന്റെ സംവിധാനങ്ങൾ, ഇതൊക്കെ കുറിച്ച് അറിഞ്ഞ ആളാണ്. അയാൾ പറയും, നമുക്കൊരു മാനുവൽ വരും, എന്നിട്ട് പറയും കാർ ഇങ്ങനെയാണ് നിങ്ങൾ ഓടിക്കാൻ പാടുള്ളൂ. കാരണം കാറിനെ കുറിച്ചുള്ള അറിവാണ് അതിനെ സംബന്ധിച്ചുള്ള നിയമം ഉണ്ടാക്കാനുള്ള കാരണം. ക്ലിയർ അല്ലേ? അപ്പോ അറിവാണ് എങ്കിൽ മനുഷ്യന്റെ അറിവിന്റെ ഒരു പ്രത്യേകത, മനുഷ്യന്റെ അറിവിന് പരിമിതികളുണ്ടെന്നാണ്. നമുക്ക് എല്ലാവർക്കും അവനവന് തോന്നുന്ന നിയമങ്ങൾ ഉണ്ടാക്കാൻ പറഞ്ഞാൽ ഇപ്പൊ ഒന്നും നടക്കാൻ പറ്റൂല. ഇവിടെ ഒരു കാര്യം നടക്കൂല. നിങ്ങൾ ആലോചിച്ച് നോക്ക്, അവനവന് തോന്നുന്ന നിയമങ്ങൾ ഉണ്ടാക്കാനുള്ള വ്യവസ്ഥയാണ് തന്നെങ്കിൽ എനിക്ക് എന്റെ ഇഷ്ടങ്ങൾ ഉണ്ടാകും, എന്റെ താല്പര്യങ്ങൾ ഉണ്ടാവും, എന്റെ ചുറ്റുപാടുകൾ ഉണ്ടാവും. അതായിരിക്കില്ല സാജിദ് സാഹിബിന്റെ ജീവിതത്തിൽ ഉണ്ടാകുക. അദ്ദേഹത്തിൻ്റെതായ ചുറ്റുപാടുകളും അദ്ദേഹത്തിന്റെ ആഗ്രഹങ്ങളും താല്പര്യങ്ങളും ഉണ്ടാവും. എന്റെ കുടുംബത്തിന്, എന്റെ വൈഫിന് ചില താല്പര്യങ്ങൾ ഉണ്ടാവും, എന്റെ മക്കൾക്ക് വേറെ താല്പര്യം ഉണ്ടാവും. ഈ താല്പര്യങ്ങളെല്ലാം വ്യത്യസ്തമായതുകൊണ്ട് ഇവർക്ക് എല്ലാവർക്കും പറ്റുന്ന ഒരു നിയമം, ഞാൻ നിയമം ഉണ്ടാക്കിയാൽ എന്റെ കെട്ടിയൊക്കെ പറ്റൂല, എന്റെ കെട്ടിയോട് നിയമം ഉണ്ടാക്കിയാൽ അത് എന്റെ മക്കൾക്ക് പറ്റൂല. അപ്പോ പരിമിതി ഇല്ലാത്ത അറിവുണ്ടാകണം എന്നതാണ് പ്രധാനം. അപ്പോ നിയമം നിർമ്മിക്കണമെങ്കിൽ ഒരു സംഗതിയുടെ പരിമിതിയും സാധ്യതയും അതിന്റെ ചുറ്റുപാടുകളും അറിയുന്നതാണ് ആരാൾക്ക് പറ്റുള്ളൂ. അപ്പോഴേ നിയമം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഞാൻ പറയാം, മനുഷ്യന്റെ അറിവിന്റെ പരിമിതികളുണ്ട്. മനുഷ്യന്റെ അറിവിന്റെ പരിമിതി എന്ന് പറയുന്നത്, ഒന്നാമത്തെ പരിമിതി,
നമുക്ക് ഒരു വിവരം കിട്ടുന്നത് എങ്ങനെയാണ്? മനുഷ്യന് ഒരു അറിവ് കിട്ടാൻ 2 മാർഗങ്ങളാണുള്ളത്. ഒന്നാമത്തത് പഞ്ചേന്ദ്രിയങ്ങളിലൂടെ ലഭിക്കുന്ന അറിവ്, നമ്മൾ കണ്ടറിയും. ഇതിന്റെ കളറ് ചുവപ്പാണ്, നമ്മൾ കണ്ടറിഞ്ഞതാണ്. പിന്നെ കേട്ടറിയും, ചില വിവരങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഞാൻ അമേരിക്ക പോയിട്ടില്ല, പക്ഷെ അമേരിക്ക എന്ന് പറഞ്ഞ രാജ്യം ഉണ്ടെന്ന് ഞാൻ കേട്ടതാണ്, കേട്ട് പഠിച്ചതാണ്. അല്ലെങ്കിൽ മനുഷ്യൻ തൊട്ടറിയും, ഒരു സംഗതി ഇത് പരുപരുത്തതാണ്, ഇത് മിനുസമുള്ളതാണ്, മാർദ്ദവമുള്ളതാണ്, ഇത് തണുപ്പാണ്, ഇത് ചൂടാണ്, നമ്മൾ തൊട്ടാണ് അറിയുന്നത്. നമ്മൾ രുചിച്ചറിയും, ഇത് ചവർപ്പാണ്, അല്ലെങ്കിൽ ഇത് കയ്പാണ്, ഇത് മധുരമാണെന്ന് പറയുന്നത് രുചിച്ചറിയും. അല്ലെങ്കിൽ നമ്മൾ എന്താ പറയാ, മനുഷ്യന്റെ പഞ്ചേന്ദ്രിയങ്ങളിൽ കൊണ്ടറിയുന്ന അറിവ്. ഇതാണ് മനുഷ്യന് ഒരു സംഗതിയെ കുറിച്ച് കിട്ടുന്ന ഒരു അറിവ്. നിങ്ങൾ ആലോചിക്കുക, ഈ അറിവ് സമ്പൂർണമാണോ? ഈ അറിവിന് പ്രശ്നമുണ്ടോ? നിങ്ങളിപ്പോ മിക്കവാറും നാട്ടിൽ നിന്ന് വരുന്ന ആളല്ല, ഇപ്പൊ ട്രെയിനിലായിരിക്കും അധികം ആളുകൾ വരിക. ഇപ്പൊ ട്രെയിനിൽ റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുമ്പോൾ 2 ട്രെയിൻ ഒരേപോലെ കിടക്കുന്നു. നമ്മുടെ ട്രെയിൻ വിടുന്നതിന് മുമ്പ് മറ്റേ ട്രെയിൻ വിട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ ആദ്യം ധരിക്കുക? നമ്മുടെ കണ്ണുകൊണ്ട് നമ്മൾ വിചാരിക്കും നമ്മുടെ ട്രെയിനാണ് ചലിക്കാനുള്ളത്. പക്ഷെ ആ വിവരം നമുക്ക് കിട്ടിയത് വളരെ തെറ്റായ ഒരു വിവരമാണ്. ചിലപ്പോൾ നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ ആരും വിളിച്ചു തോന്നിട്ട് നമ്മൾ പെട്ടെന്ന് തിരിഞ്ഞു പോകും. ഒരാളെ വിളിച്ചിട്ടുണ്ടാവൂല, പക്ഷെ നമുക്കുണ്ടായ നമ്മൾ ശബ്ദം കേട്ടു എന്ന് നമുക്ക് തോന്നുന്നു. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ അതിനനുസരിച്ച് പ്രതികരിക്കുന്നു. പക്ഷെ ആ കേൾവി ക്ലിയർ ആയിരുന്നില്ല. നമ്മുടെ സ്പർശനവും അങ്ങനെ തന്നെയാണ്. നല്ല ജലദോഷമുള്ള സമയത്ത് ഉമ്മ കഞ്ഞി കൊണ്ട് തന്ന ഉമ്മടുത്ത് ആദ്യം പറയുന്നത് ഉമ്മ ഇച്ചിരി ഉപ്പിടാണ് പറയാ. ഉമ്മ പറയും ഞാൻ ഉപ്പിട്ടിട്ടുണ്ടെന്ന്. പക്ഷെ അപ്പൊ ഉപ്പ് രുചിച്ചാൽ മനസ്സിലാവില്ല. കൊറോണ വന്നപ്പോ ആളുകൾക്ക് സ്പ്രേയോ മൂക്കിൽ കയറ്റി അടിച്ചിട്ട് പോലും മണത്തിട്ട് മനസ്സിലായില്ല. കാരണം ഇതൊക്കെ പരിമിതികളുണ്ട്. ഇതിന്റെ മുന്നിൽ ഒരു കട്ടൻ ഇട്ടാൽ നിങ്ങളെ കാണാൻ പറ്റില്ലല്ലോ. അതിന്റെ അർത്ഥം കട്ടന്റെ അപ്പുറത്ത് ആളുകളില്ല എന്നാണോ? എന്റെ ചെവിക്ക് ഒരു പരിമിതിയുണ്ട്, കേൾവിക്ക് ഇത്ര ഡെസിബലുള്ള സൗണ്ട് എനിക്ക് കേൾക്കാൻ കഴിയും. അപ്പൊ ഈ അറിവുകളിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു നിയമം സ്വാഭാവികമായിട്ടും എന്തുണ്ടാവും? ഈ പറയുന്ന പഞ്ചേന്ദ്രിയങ്ങൾക്ക് പരിമിതിയുണ്ട് എങ്കിൽ ആ പഞ്ചേന്ദ്രിയങ്ങളെ മാത്രം അവലംബിച്ചുണ്ടാകുന്ന നിയമങ്ങൾക്ക് പരിമിതി ഉണ്ടാവും. ഒരു സംശയ കരുത്ത് വേണ്ട. രണ്ടാമത് മനുഷ്യന് കിട്ടുന്ന അറിവെന്ന് പറയുന്നത് ബുദ്ധി ഉപയോഗിച്ച് കണ്ടെത്തുന്ന കാര്യങ്ങളാണെന്നാണ്. ഈ ബുദ്ധി ഉപയോഗിച്ച് കാര്യങ്ങളെ കണ്ടെത്തണമെങ്കിലും പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ടുള്ള ഒരു അറിവ് വേണം. ഉദാഹരണം ഞാൻ പറയാം. ഇപ്പൊ നമ്മൾ സാധാരണ തീ കത്തിക്കുമ്പോൾ പുക ഉയരുന്നത് കാണുന്നുണ്ട്. അപ്പൊ തീ കത്തിച്ച് പുക ഉയരുന്നൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാല് പിന്നെ വൈകുന്നേരം ഞാനും റമീസും കൂടെ നടന്നു പോകുമ്പോൾ മതിലിന്റെ അപ്പുറത്തുനിന്ന് പുക വരുന്നു. ഉടനെ റമീസിന്റെ പ്രസ്താവന, ഉസ്താദെ അതിന്റെ അപ്പുറത്ത് തീയുണ്ട്. എങ്ങനെയാ തീ ഉണ്ടെന്ന് മനസ്സിലായത്? നേരത്തെ തീ വരുമ്പോ പുകയുണ്ടെന്ന് കണ്ടിട്ടാണ്. അപ്പൊ അത് വെച്ച് ആലോചിച്ചിട്ടാണ് അവിടെ പുകയുണ്ടെന്ന് മുമ്പിൽ പറയുന്നത്. അല്ലാതെ സ്വതന്ത്രമായി നടത്തിയ ഒരു വലിയ പ്രവചനമൊന്നും അല്ല. അപ്പൊ അപ്പുറത്ത് തീ ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നത് നേരത്തെ തീ കാണുമ്പോൾ പുകയുള്ളത് കൊണ്ടാണ്. ഒരു വസ്തു ചൂടാക്കിയാൽ അത് ചൂടുള്ളതാവും തീരും എന്ന് മനസ്സിലാക്കിയാൽ, വെള്ളം തിളപ്പിച്ചാൽ ചൂടുള്ളതാവും, അതുപോലെ പാല് തിളപ്പിച്ചാൽ ചൂടുണ്ടാവും എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മൾ ബുദ്ധി ഉപയോഗിച്ച് മനസ്സിലാക്കുന്നതാണ്. പക്ഷെ ഇതിലും പ്രശ്നങ്ങളുണ്ട്. ബുദ്ധി ഉപയോഗിച്ചുണ്ടാകുന്ന അറിവുകളൊക്കെ ക്ലിയർ ആണോ? അല്ല, അത് തെറ്റും എന്നുള്ളതിന്റെ തെളിവെന്താ? നമ്മുടെ ശാസ്ത്ര ലോകത്ത് ശാസ്ത്രത്തിന്റെ കണ്ടുപിടുത്തങ്ങളെ സംബന്ധിച്ച് 2 തരം ഒന്ന് പറയും സയന്റിഫിക്കൽ ഫാക്ട്സ് എന്ന് പറയും, ശാസ്ത്ര യാഥാർത്ഥ്യങ്ങൾ. അതായത് ഒരുപാട് തവണ ആവർത്തിച്ച് കണ്ടെത്തിയ ഒരു സത്യത്തിനെയാണ് ശാസ്ത്ര സത്യം എന്ന് പറയുക. അതേസമയം ശാസ്ത്രത്തിന്റെ ഒരുപാട് നിഗമനങ്ങളുണ്ട്, തിരുത്തിക്കൊണ്ടിരിക്കുന്ന. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം ഡാർവിൻ സിദ്ധാന്തം. ഡാർവിൻ അത് ആവിഷ്കരിക്കുമ്പോൾ ലോകത്തെ 70% ശാസ്ത്രജ്ഞന്മാരും അതൊരു വലിയ സത്യമായി വിചാരിച്ചു എന്നാണ് പറയുന്നത്. പക്ഷെ ഇന്ന് നമുക്കറിയാം ഡാർവിനിസത്തെ അതൊരു ഫാക്ട് ആയിട്ടല്ല, ഒരു ഹൈപ്പോത്തിസിസ് മാത്രമാണ്, അതൊരു ഊഹം മാത്രമാണ് എന്നാണ് ശാസ്ത്ര ലോകത്തെ ബഹുഭൂരിപക്ഷം ആളുകൾ പറയുന്നത്. നിങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ചിലരെങ്കിലും പഠിച്ചിട്ടുണ്ടാവും, സൂര്യൻ ഒരു സ്ഥലത്ത് ചലിക്കാതെ നിൽക്കുന്നു, ഭൂമി അതിനെ ഭ്രമണം ചെയ്യുന്നു. നമ്മൾ പഠിച്ചിട്ടുണ്ട്. 1980-കൾ വരെ നമ്മൾ അങ്ങനെയാണ് സ്കൂളിൽ പഠിപ്പിച്ചിരുന്നത്. 85-ന് ശേഷമാണ് സൂര്യനും കറങ്ങുന്നുണ്ടെന്ന് പഠിച്ചിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ ശാസ്ത്രം കണ്ടെത്തിയ ഒരു സാധനം എന്ത് ചെയ്യുന്നുണ്ട്, പിൽക്കാലത്ത് തെറ്റിപ്പോകുന്നുണ്ട്. അപ്പൊ മനുഷ്യൻ ബുദ്ധി കൊണ്ട് കണ്ടെത്തുന്ന കാര്യം എല്ലാം ശരിയാക്കണമെന്നില്ല. ഇപ്പൊ ഞാൻ പറയാം, നമുക്ക് എന്ത് കാര്യത്തെ കുറിച്ച് ആലോചിക്കണമെങ്കിലും ഒരു സ്ഥലവും കാലവും വേണം. ഇപ്പൊ ഞാൻ ഈ ക്ലാസ്സിലേക്ക്, ഈ പ്രഭാഷണത്തിലേക്ക് കയറി വരുമ്പോ ഞാൻ ഇവിടെ വന്നിട്ട് പ്രസ്താവന നടത്തി. ഇപ്പൊ ഞാൻ ഇവിടെ വന്നിട്ട് പറഞ്ഞു ഞാനൊരു വളരെ മനോഹരമായ മെഴ്സിഡസ് ബെൻസ് കണ്ടു എന്ന് ചോദിച്ചാൽ നിങ്ങൾ ആദ്യം ചോദിക്കും എവിടെയാ കണ്ടത്? അപ്പൊ ഞാൻ പറയുന്നു സ്ഥലമില്ലാത്തൊരു സ്ഥലത്ത് വെച്ചാണ് കണ്ടത്. അപ്പൊ നിങ്ങൾ ചില ആളുകൾ പറയും ഇവിടെ എന്താ വരേണ്ടിയിരുന്നത്, വേറെ എങ്ങോട്ടാണ് ഡിമാൻസിലേക്കോ മറ്റാണ് പോകേണ്ടിയിരുന്നെന്ന് പറയും. കാരണം സ്ഥലമില്ലാത്ത സ്ഥലത്തൊരു വാഹനം ഉണ്ടാവില്ലല്ലോ.
ചില ആളുകൾ ഒരു എക്സ്ക്യൂസ് കൂടെ കൊടുക്കും, ഇയാള് അത്രയും ദൂരത്തു നിന്ന് വന്നല്ലേ, അതുകൊണ്ട് രണ്ടാമതൊരു ചോദ്യം കൂടി ചോദിക്കും. ശരി, ഓക്കെ, സ്ഥലമില്ലാത്ത സ്ഥലത്ത് കണ്ടത് തന്നെ. എപ്പോഴാ കണ്ടത്? അപ്പോഴാണ് ഞാൻ അടുത്ത പറയുന്നത്, ഞാൻ രാത്രിയുമല്ല പകലുമല്ല കണ്ടത്, സമയമില്ലാത്ത സമയത്ത്, ഉറക്കത്തിലൊന്നുമല്ല. അപ്പൊ ആളുകൾ ഉറപ്പിക്കും, ചങ്ങാക്കി ഇവിടെ എന്താ പറയേണ്ടിയിരുന്നത്, വേറെ എവിടെയാ പോകേണ്ടിരുന്നതാണ്, വഴിതെറ്റി കയറിയതാണെന്ന് ഉറപ്പിക്കും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഈ സമയം എന്ന് പറയുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം ആപേക്ഷികമായ ഒരു സാധനം. ഒരു ദിവസം രാവിലെ സൂര്യൻ ഉദിച്ചിട്ട് മധ്യാഹ്നത്തില് നല്ല ഉച്ചയായപ്പോ സൂര്യൻ അവിടെ നിന്നു, എന്ത് സംഭവിക്കും? ഖുർആൻ ചോദിക്കുന്ന ചോദ്യം, എന്താ സംഭവിക്കുക? നമ്മുടെ ക്ലോക്ക് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും, വാച്ച് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും, പക്ഷെ നമുക്ക് ഒരാൾക്ക് എന്ത് ചെയ്യില്ല, ടൈം എന്ന് പറയുന്ന ഫീലിംഗ് ഉണ്ടാവില്ല. സൂര്യൻ അവിടെ തന്നെ നിൽക്കുകയാണെങ്കിൽ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള എല്ലാം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും, ക്ലോക്കും സൂചിയും ഒക്കെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്, പക്ഷെ ടൈം നമുക്ക് ഫീൽ ചെയ്യില്ല. അതിന് കാരണം നമുക്ക് സൂര്യന്റെ ചലനത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നമ്മൾ നമ്മുടെ സമയബോധം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പൊ ഇതല്ലാത്തൊരു സമയം ഉണ്ടായിക്കൂടെ? സമയത്തെ ഒരാൾ ഭാഗിച്ചാൽ ഒരു മൈക്രോ സെക്കൻഡ്, ഒരു സെക്കൻഡ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. ഒരു സെക്കൻഡിന്റെ പകുതി സെക്കൻഡ് നമുക്കറിയാം, 1/4 സെക്കൻഡ് അറിയാം. ഒരു സെക്കൻഡിനെ 10 ലക്ഷമായി ഭാഗിച്ചാലോ, ആ ഒരു മൈക്രോ സെക്കൻഡ് ആക്കി, ആ മൈക്രോ സെക്കൻഡിനെ വീണ്ടും മൈക്രോ സെക്കൻഡ് ആക്കിയാലോ? വെറുതെ ആലോചിക്കാൻ കിട്ടൂല, നമുക്ക് മനസ്സിലാവൂല. സമയമില്ലാത്ത സംഗതിയെ കുറിച്ച് നമുക്ക് ആലോചിക്കാൻ കഴിയില്ല. എണ്ണൽ സംഖ്യ നമ്മൾ 1, 2, 3, 4, 5, 6, 7, 8 എണ്ണി പോകും. ഇത് എവിടെ അവസാനിക്കും? നമുക്ക് ആലോചിച്ചാൽ കിട്ടൂല. തിരിച്ച് -1, -2, -3 ഇത് എവിടെ തന്നെ അവസാനിക്കും? ഇതൊക്കെ നമുക്ക് എന്ത് സംഗതിക്കും ഒരു തുടക്കവും ഒരു ഒടുക്കവും വേണം. പക്ഷെ ഈ സംഖ്യകൾക്ക് തുടക്കവും ഒടുക്കവും പറയാൻ പറ്റുമോ? ഒരാൾക്ക് ഒരിക്കലും പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ ഇത് കിട്ടാത്ത എന്താന്ന് വെച്ചാൽ ഇത് മനസ്സിലാക്കാനുള്ള ശേഷി നമ്മുടെ ബുദ്ധിക്കില്ലാത്തത് കൊണ്ടാണ്. അപ്പൊ അള്ള പറയുന്നു, ഇങ്ങനെയുള്ള ബുദ്ധിയും പഞ്ചേന്ദ്രിയങ്ങളും വെച്ചുകൊണ്ട് നിങ്ങളൊരു നിയമം ഉണ്ടാക്കിയാൽ ആ നിയമത്തിൽ എന്തുണ്ടാകും? പരിമിതികൾ ഉണ്ടാകും. കമ്മ്യൂണിസത്തിന് പറ്റിയ ഏറ്റവും വലിയ അബദ്ധം എന്താണെന്ന് വെച്ചാൽ, ജർമ്മൻകാരനായ കാറൽ മാർക്സ് ഇംഗ്ലണ്ടിൽ വന്ന് അവിടുത്തെ ഖനിത്തൊഴിലാളികളുടെ പ്രശ്നം കണ്ടപ്പോ മൂപ്പരുണ്ടാക്കിയ ഒരു പരിഹാരമാണ് നാസിസമായി അറിയപ്പെട്ടത്. ആ പരിഹാരത്തിന് യൂറോപ്പിന്റെ വ്യത്യസ്തമായ പശ്ചാത്തലമുള്ള ഇന്ത്യയെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല, നമ്മുടെ നാട്ടിലെ മതബോധങ്ങൾ ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അതിന്റെ പ്രശ്നമാണ്. കാരണം കാറൽ മാർക്സിന് അത്രയും ചിന്തിക്കാൻ കഴിയും. അപ്പൊ മനുഷ്യൻ അവന്റെ ബുദ്ധി വെച്ചൊരു നിയമം ഉണ്ടാക്കിയാൽ ആ നിയമങ്ങൾക്ക് അതിൻ്റെതായ പരിമിതികൾ ഉണ്ടാകും. അതുകൊണ്ട് അള്ളാഹു പറയുന്നു, നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് അതല്ലാത്തൊരു സോഴ്സ് വേണം, അറിവ് കിട്ടാൻ വേറൊരു സോഴ്സ് വേണം. അപ്പൊ ചില ആളുകളിലേക്ക് നമുക്ക് യുക്തി ഉപയോഗിച്ച് ചിന്തിച്ചാൽ പോരെ. നമ്മുടെ യുക്തി ഉപയോഗിച്ച് മനുഷ്യന്മാർ ചിന്തിച്ചാണ് ഈ കാണുന്ന മുഴുക്കി, അല്ലെ? ആണും പെണ്ണും വേർതിരിക്കേണ്ടതില്ല, ആണിന് ആണിനുമായിട്ടും പെണ്ണിന് പെണ്ണായിട്ടും, അല്ല ആണിന് മൃഗങ്ങളുമായിട്ടും ശവവുമായിട്ടും പുരുഷന്മാർക്കും എങ്ങനെയും ലൈംഗികത ആസ്വദിക്കാം. എന്ത് യുക്തിയാണ് പിന്നിലുള്ളത്? അപ്പൊ യുക്തി എന്ന് പറയുന്ന സാധനം എല്ലായ്പ്പോഴും ശരിയായിക്കൊള്ളുന്നില്ല. പണ്ട് അരിസ്റ്റോട്ടിൽ അങ്ങനെ പറഞ്ഞത്, നിരുപാധിക യുക്തിക്ക് സത്യം കണ്ടെത്താം എന്നാണ് മൂപ്പരുടെ ഒരു വാദം. ഖുർആൻ പറയുന്നത് എന്താ അറിയോ? നിരുപാധിക യുക്തി എന്നില്ല. നിങ്ങൾ ഖുർആനിൽ എവിടെങ്കിലും യുക്തിവാദി എന്ന പ്രയോഗം കണ്ടിട്ടുണ്ടോ ആരെങ്കിലും? യുക്തിവാദി എന്ന പ്രയോഗം ഖുർആനിലില്ല, ഒരു സ്ഥലത്തും ഇല്ല. അതിന്റെ കാരണം എന്താന്ന് വെച്ചാല്, ഖുർആൻ അത് പറയാത്തിന്റെ കാരണം എന്താ വെച്ചാല്, ഒരാൾക്കും യുക്തിയല്ല ഉള്ളത്, അവനവന്റെ ആഗ്രഹങ്ങളും താല്പര്യങ്ങളെയും അവൻ എന്തായിട്ട് അവതരിപ്പിക്കുന്നതാണ്? യുക്തിയായിട്ട് അവതരിപ്പിക്കുക ചെയ്യുക. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത് യുക്തിയെയാണ് അവൻ ഇലാഹാക്കുന്നത് എന്നല്ല ഖുർആൻ പറഞ്ഞത്. ഖുർആൻ പറഞ്ഞത് അവന്റെ ഇഷ്ടത്തെയാണ്. അഫറായിത്ത മനിത്തഖദ ഇലാഹു ഹവ, മനുഷ്യൻ തന്റെ ഇച്ഛകളെ ദൈവമാക്കി മാറ്റുന്നു. നിങ്ങൾ ഇപ്പൊ നമ്മുടെ ഈ സദസ്സിൽ 2 പേര്, ഒരാള് പ്യുവർ വെജിറ്റേറിയൻ ആണ്, നോൺ മീറ്റ് ആണ്, ഒരാൾ പ്യുവർ മീറ്റ് കഴിക്കുന്ന ആളാണ്. ഇവർ 2 പേരോടും ഒരു വിഷയത്തെ കുറിച്ച് ചോദിച്ചാൽ ഇവർ രണ്ട് കോലത്തിലാക്കി മറുപടി പറയാം. അയാള് വെജിറ്റേറിയൻകാരൻ മറുപടി പറയാ, അയാൾ വെജിറ്റേറിയന്റെ അതിന്റെ മഹത്വവും അതിന്റെ ഗുണവും അതിന്റെ ഡൈജസ്റ്റീവ് സിസ്റ്റവും ഒക്കെ വെച്ചുകൊണ്ട് അയാളെ ന്യായീകരിക്കും. അതേസമയം ഒരു നോൺ വെജിറ്റേറിയനോട് അല്ലെങ്കിൽ ഒരു മീറ്റിനോട് ചോദിച്ചാൽ അയാൾ എന്താ പറയാ? അയാൾ പറയും മനുഷ്യന്റെ പല്ല് പോലും ഈ മാംസാഹാരങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ടാണ്, ആവശ്യമായ പ്രോട്ടീൻ കിട്ടുന്ന മാംസാഹാരത്തിൽ നിന്നാണ്, ഇത് വെറും കാർബാണ്, വെറും വേസ്റ്റ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ ന്യായീകരിക്കും. ഇത് രണ്ടുപേരും യുക്തി വെച്ചല്ല സംസാരിച്ചത്. രണ്ടുപേരും സംസാരിക്കുന്നതിന്റെ പിൻബലം എന്ന് പറയുന്നത് അവനവന്റെ ആഗ്രഹങ്ങളാണ്, അവനവന്റെ ഇഷ്ടങ്ങളാണ്. ഞാൻ സാധാരണ കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു പോയിന്റാണ് ഇത്. ഈ ബോർഡിലുള്ളതൊന്ന് വായിക്കാൻ പറ്റുമോ എന്ന് ആർക്കും ചോദിക്കാൻ പറ്റുമോ?
ഇത് വായിക്കാൻ പറ്റുമോ? അറബി അറിയുന്ന ആൾക്കാരുണ്ടാവും. ഇത് പലതരത്തിൽ വായിക്കാം. ഖൈർ എന്ന് വായിക്കാം, അല്ലെ? ഖബർ എന്ന് വായിക്കാം, കുത്തുപുളി ഇട്ടിട്ടില്ലെന്നേ ഉള്ളൂ. ഹിബർ എന്ന് വായിക്കാം. ഇത് പലതരത്തിൽ വായിക്കാം. ഒരാളെ വായിക്കുമ്പോൾ അയാളുടെ വായനയെ അയാൾ ആദ്യം പറയുന്ന ആൻസർ അയാളുടെ കൂടുതൽ താല്പര്യവുമായി ബന്ധപ്പെട്ടതാണ്. ഞാനാണെങ്കിൽ ഹുബ്സനെ വായിക്കുന്നുള്ളൂ. അപ്പൊ ഓരോരുത്തരുടെയും ആഗ്രഹങ്ങൾ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? ആളുകൾ ഓരോ കാര്യത്തെ കുറിച്ച് ചിന്തിക്കുന്നത്. അതുകൊണ്ട് അല്ല പറയുന്നത് യുക്തി വെച്ചിട്ട് നിങ്ങൾക്ക് സത്യം കണ്ടെത്താൻ പറ്റില്ല. അങ്ങനെ ഒരു യുക്തിയില്ല. ഒരു അബ്സല്യൂട്ട് റേഷൻ എന്ന് പറയുന്ന നിരുപാധിക യുക്തി എന്ന് പറയുന്ന സാധനമല്ല. എല്ലാവരുടെയും യുക്തി എന്ന് പറയുന്നത് അവനവന്റെ ഇഷ്ടങ്ങളെയും അവനവന്റെ താല്പര്യങ്ങളുമായും ബന്ധപ്പെട്ടതാണ് എന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അള്ളാഹു പറയുന്നു, നിങ്ങൾക്ക് നിയമം നിർമ്മിക്കണമെങ്കിൽ, നിയമം ഉണ്ടാവണമെങ്കിൽ പരിമിതമില്ലാത്ത, ഒരിക്കലും തെറ്റാത്ത, 100% ശരിയായ ഒരു വിജ്ഞാനം ആവശ്യമുണ്ട്. ആ വിജ്ഞാനത്തിനാണ് നമ്മൾ വഹ്യ് എന്ന് പറയുന്നത്. ആ വഹ്യിന്റെ 2 രൂപങ്ങളുണ്ട്. ഒന്നാമത്തെ രൂപം വിശുദ്ധ ഖുർആനാണ്, രണ്ടാമത്തെ രൂപം സുന്നത്താണ്. ഇതാണ് ഇസ്ലാമിക നിയമസ്രോതസ്സിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ഒരിക്കലും തെറ്റാത്ത, പരിമിതികളില്ലാത്ത വിജ്ഞാനം അത് അള്ളാഹുവിന്റെ വഹയിൽ നിന്ന് മാത്രമേ ലഭിക്കുകയുള്ളൂ. അതിന്റെ ഒന്നാമത്തെ രൂപം ഖുർആനാണ്. രണ്ടാമത്തെ സുന്നത്ത് വഹയാണ് മനുഷ്യന്റെ യഥാർത്ഥ വിജ്ഞാനത്തിന്റെ അടിത്തറ, സ്രോതസ് അടിത്തറ എന്നാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. ഇവിടെ മൂന്നാമത്തെ പ്രശ്നം കൂടി അള്ളാഹ് പറയുന്നുണ്ട്. മനുഷ്യന്റെ അറിവ് മാത്രമല്ല പ്രശ്നം, മനുഷ്യന്റെ പ്രകൃതത്തിൽ ചില പരിമിതികളുണ്ട്. ഞാൻ പെട്ടെന്ന് പറയാൻ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. നമ്മുടെ സിഗരറ്റ് കൂടിന്റെ പുറത്ത് ക്യാൻസർ രോഗിയുടെ പടം ഉണ്ടാവും, അല്ലെ? ആ പടം ഭയങ്കര അറപ്പുളവാക്കുന്ന പടമാണ്. ഒരാളുടെ കവിൾ ഇങ്ങനെ പൊട്ടി ചീഞ്ഞിട്ട് അതിൽ നിന്ന് ഇങ്ങനെ ചലം ഒലിക്കുന്ന ചിത്രമാണ് ഈ സിഗരറ്റ് കൂടിന്റെ പുറത്ത് വിൽക്കുന്നത്. എന്നിട്ട് പോയിട്ട് എന്ത് ചെയ്യും? സിഗരറ്റ് വാങ്ങി. എന്താ കാരണം? അള്ളാഹ് പറയുന്നത് ഇത് മനുഷ്യ പ്രകൃതത്തിന്റെ പ്രശ്നമാണ്. എന്താന്ന് വെച്ചാല് അവൻ അപ്പോൾ കിട്ടുന്ന ആനന്ദത്തിൽ ഭാവിയിൽ ഉണ്ടാകുന്ന അപകടത്തെ മറക്കും. കാലൽ ഇൻസാനും അജൂല, മനുഷ്യൻ അപ്പോൾ കിട്ടുന്ന ആനന്ദത്തിന് വേണ്ടി ഭാവിയിൽ ഉണ്ടാകുന്ന അപകടത്തെ മറക്കും. ഇതിന്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങൾ എന്നാണ് ഷുഗർ രോഗികൾ. പായസം കണ്ട അപ്പം കുടിക്കും, ഇത് കൂടും ഇല്ലെന്നൊന്നും ആലോചിക്കില്ല. അപ്പൊ അത് വരുന്നിടത്ത് വെച്ച് കാണാമെന്ന് തീരുമാനിക്കുക, അല്ലെ? അതിന് കാരണം എന്താ വെച്ചാൽ മനുഷ്യൻ അപ്പോൾ ഇത് മനുഷ്യന്റെ പ്രശ്നമാണ്. ഇപ്പൊ ഇങ്ങനെ പ്രശ്നമുള്ള ഒരുത്ത നിയമം ഉണ്ടാക്കിയാലോ അവൻ അപ്പപ്പ തോന്നുന്ന നിയമം ഉണ്ടാക്കും. അതുകൊണ്ട് അള്ളാഹു പറയുന്നു മനുഷ്യ പ്രകൃതത്തിനും ചില പരിമിതികളുണ്ട് എന്നതാണ്. അപ്പോ എന്തുകൊണ്ട് മനുഷ്യന് അവൻ ആവശ്യമായ നിയമം ഉണ്ടാക്കിക്കൂടാന്ന് പറഞ്ഞ അള്ളാഹു പറഞ്ഞു, അവന്റെ അറിവ് പരിമിതമാണ്, അവന്റെ യുക്തിയില്ല, അവന്റെ ഇച്ഛകളുടെ പ്രധാനമാണ്. മൂന്നാമത്തേത് അവനെന്തുണ്ട്? അവന്റെ പ്രകൃതം തന്നെ പ്രശ്നമാണ് മനുഷ്യന്റെ. അതുകൊണ്ട് അവനെ സംബന്ധിച്ച നിയമങ്ങൾ അവൻ ഉണ്ടാക്കാൻ പാടില്ല. രണ്ടാമത്തെ പറയുന്നത് വളരെ കുറച്ച് ഗൗരവമുള്ള വിഷയമാണ്. എന്താന്ന് വെച്ചാല് അള്ളാഹു പറയുന്നു നിയമം നൽകുക എന്നത് എന്റെ അവകാശമാണെന്നാണ്, അള്ളാഹുവിന്റെ അവകാശമാണ്. വിശുദ്ധ ഖുർആനില് അള്ളാഹുവിനെ പരിചയപ്പെടുത്തുന്ന ഒരു രീതിയുണ്ട്. അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞ ആദ്യത്തെ കാര്യം, അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞ ആദ്യത്തെ കാര്യം അള്ളാഹു ആകുന്നു സൃഷ്ടാവ് എന്നതാണ്. എല്ലാറ്റിനെയും പടച്ചത് അള്ളാഹു ആണ് എന്നാണ് അള്ളാഹുവിന്റെ ഒന്നാമത്തെ വാദം. ഇത് ആർക്കും എതിരായപ്പോഴുള്ള വിഷയമൊന്നുമല്ല, അത് ഖുർആൻ പറയുന്നുണ്ട്. രണ്ടാമത് അള്ളാഹ് പറയുന്നു, അള്ളാഹിനെ പരിചയപ്പെടുത്തിയ രണ്ടാമത്തെ കാര്യം അള്ളാഹു ആകുന്നു റബ്ബ്. എല്ലാറ്റിനെയും പരിപാലിക്കുന്നത്, കണ്ടറിഞ്ഞ് പരിപാലിക്കുന്നത് അള്ളാഹു. കണ്ടറിഞ്ഞ് പരിപാലിക്കുന്നതിനാണ് റബ്ബ് എന്ന് പറയാം. ഒറ്റ ഉദാഹരണം ഞാൻ പറയാം. ദമ്പതികൾക്ക് കുട്ടി ജനിച്ചു. ഈ കുട്ടിക്ക് ഒരു 6-7 മാസമൊക്കെ ആകുമ്പോൾ കുട്ടിക്ക് എന്ത് വരും? പല്ല് വരും. അപ്പൊ നോക്കുമ്പോൾ കുട്ടിക്ക് പല്ല് വരുന്നില്ല. അപ്പൊ കെട്ടിയോട് പറയാണ്, ഇതെന്താ നമ്മുടെ മോന് പല്ല് വരുന്നില്ലല്ലോ, എന്തായാലും കാണിക്കണം. അങ്ങനെ ഒരു ഡോക്ടറെ കൊണ്ട് കാണിച്ചു. ഡോക്ടറെ കൊണ്ട് കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു കുട്ടിക്ക് കാൽസ്യത്തിന്റെ ഡെഫിഷ്യൻസി ഉണ്ട്, അതിന്റെ പ്രശ്നമുണ്ട്, അതുകൊണ്ട് ചെറിയ 1-2 ടോണിക്കുകൾ കുടിച്ചുതരാം, അത് കഴിച്ചാൽ പ്രശ്നം പരിഹരിക്കപ്പെടും. അങ്ങനെ അവർ മരുന്നൊക്കെ കൊടുത്ത് പല്ലൊക്കെ വന്നപ്പോൾ വളരെ സന്തോഷമായി. ഹയർ. ശരി, നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും പല്ലിന്റെ വളർച്ച നിർത്താൻ വേണ്ടി മരുന്ന് കഴിച്ചിട്ടുണ്ടോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഈ വളർന്നു വന്ന പല്ല് അതൊരു സമയത്ത് അതിന്റെ വളർച്ച നിന്നില്ലാന്നെങ്കിൽ എങ്ങനെ ഉണ്ടാവും? മേളിൽ നിന്നുള്ള പല്ലെല്ലാം കൂടെ ഇങ്ങോട്ടും, താഴെ നിന്നുള്ള പല്ലെല്ലാം കൂടെ ഇങ്ങോട്ടും വാ തുറക്കാൻ പറ്റില്ല. നോക്ക്, നമ്മുടെ ഈ തലമുടി പോലെ തന്നെ അല്ലേ
നമ്മുടെ കൺപീലി, അതുപോലെ തന്നെയല്ലേ ഇവിടെ പിരികം. തലമുടി വളരുന്നത് പോലെ അവിടെ കൺപീലികൾ വളരാൻ തുടങ്ങി എന്തെങ്കിലും എങ്ങനെ ഉണ്ടാവും? പക്ഷെ ഒരു നിശ്ചിത സമയമാകുമ്പോൾ നിൽക്കുന്നുണ്ട്. അത് നിൽക്കൽ നമ്മുടെ ജീവിതത്തിന് ആവശ്യമായതുകൊണ്ടാണ്. അതുകൊണ്ടാണ് റബ്ബ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അങ്ങനെയാണ്. നമുക്ക് അറിയാവുന്നതും നമ്മുടെ ശ്രദ്ധയിൽ പെടാത്തതുമായ ആവശ്യങ്ങളെ കണ്ടറിഞ്ഞ് പരിപാലിക്കുന്നവനാണ് റബ്ബ്. അപ്പൊ അള്ളാഹു അള്ളാഹിനെ കുറിച്ച് ആദ്യം പറഞ്ഞ കാര്യം എന്താണ്? അള്ളാഹു ആവുന്നു ഖാലിഖ്, രണ്ടാമത്തേത് അള്ളാഹു ആവുന്നു റബ്ബ്. ശരി, മൂന്നാമത്തതോ? മൂന്നാമത്തെ കാര്യം അള്ളാഹ് പറയുന്നത് ഞാനാണ് നിങ്ങളുടെ ഉടമസ്ഥൻ, നിങ്ങളെ സൃഷ്ടിച്ചത് ഞാനാണ്, നിങ്ങളെ പരിപാലിക്കുന്ന ഞാനാണ് നിങ്ങളുടെ ഉടമസ്ഥൻ. ലഹു മുൽക്കു സമാവാതി വൽ അർളി വലം യത്തഖിദ് വലദൻ വലം യകുൽ ലഹു ശരീകുൻ ഫിൽ മുൽക്ക്. അവനൊരു പങ്കാണ്, എല്ലാറ്റിന്റെ ഉടമസ്ഥൻ ഞാനാണ്. ഇത് പറഞ്ഞിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് മനുഷ്യവർഗം, ഖുർആൻ പറയാണ് ലോകത്തിന്നേ വരെയുള്ള വിശ്വാസ സമൂഹം, ഈ നിരീശ്വരവാദം എന്നൊക്കെ പറയുന്നത് ഈ അടുത്ത കാലത്ത് സമൂഹത്തിൽ ഉണ്ടായതാണ്. അള്ളാഹ് പറയാണ് ലോകത്ത് വന്ന ഒരു സമൂഹവും അടിസ്ഥാനപരമായിട്ട് റബ്ബിന്റെ ഖാലിഖിയ്യത്തിനെ, സൃഷ്ടാവാണ് എന്ന വിശേഷണത്തെയോ റബ്ബാണെന്ന വിശേഷണത്തെയോ മാലിക്കാണെന്ന വിഷയത്തെയോ ധിക്കരിച്ചിട്ടില്ല, അതിനെ നിഷേധിച്ചിട്ടില്ല. ഖുർആൻ പറയാണ് വലഇൻ സഅൽതഹും മൻ ഖലഖസ് സമാവാതി വൽ അർദ്, അവരോട് നീ ചോദിച്ചു നോക്കുക ആരാണ് ഖാലിഖ് എന്ന്. ലയഖൂലുന്ന, അവർ പറയും അല്ലാഹയാണെന്ന്. ഖുൽ മൻ റബ്ബുസ് സമാവാതി സബ്അ, അവരോട് ചോദിച്ചു നോക്കുക ആരാണ് റബ്ബ് എന്ന്. സയഖൂലുന ലില്ലാഹ്, അവർ പറയും അല്ലാഹയാണെന്ന് പറയും. ഖുൽ ലിമനിൽ അർളു വമൻ ഫീഹാ, ഈ ആകാശ ഭൂമികളിലേക്ക് ഉടമസ്ഥാവകാശം ആരുടേതാണെന്ന് ചോദിച്ചു നോക്കൂ, അവർ പറയും സയഖൂലുന ലില്ലാഹ്, ഇതൊക്കെ അല്ലാഹുവിന്റെയാണെന്ന് പറയും. ഇതൊന്നും തർക്കമില്ല. എന്താ തർക്കമില്ലാത്തതിന്റെ കാരണം? തർക്കമില്ലാത്തതിന്റെ കാരണം ഞാൻ പറഞ്ഞുതരാം. അള്ളാഹു ഖാലിഖാണെന്ന് വിചാരിച്ചു, ആയിക്കോട്ടെ അള്ളാഹ് ഖാലിഖാണ്, പ്രശ്നമല്ല. അള്ളാഹു റബ്ബോ അള്ളാഹ് റബ്ബ് ഞാൻ സമ്മതിച്ചു. അള്ളാഹുവിടെ മാലിക്, അള്ളാഹുടെ മാലിക് ഒരു പ്രശ്നമല്ല. ഇത് മൂന്നും അംഗീകരിച്ചു കൊടുക്കുന്നത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റവും ഉണ്ടാവേണ്ട ആവശ്യമില്ല. അതേസമയം അള്ളാഹു ഇത് പറയുന്നത് എന്തിനാന്ന് വെച്ചാല് അള്ളാഹു ഖാലിഖും റബ്ബും മാലിക്കുമാണെന്ന് പറയാൻ വേണ്ടിയിട്ടല്ല, നാലാമതൊരു കാര്യം സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാ. അതെന്താന്ന് ചോദിച്ചാൽ ഞാനാണ് നിങ്ങളുടെ ഖാലിഖ് എങ്കിൽ, ഞാനാണ് നിങ്ങളെ പരിപാലിക്കുന്ന റബ്ബ് എങ്കിൽ, ഞാനാണ് നിങ്ങളുടെ ഉടമസ്ഥൻ എങ്കിൽ ഞാൻ പറഞ്ഞതനുസരിച്ച് നിങ്ങൾ ജീവിക്കാവൂ. ഇതിനാണ് ഹാക്കിം എന്ന് പറയുക. നിങ്ങൾക്ക് കണ്ണ് തന്നത് ഞാനാണെങ്കിൽ ആ കണ്ണ് വെച്ച് എന്ത് കാണണം, എന്ത് കാണണം എന്ന് പറയുന്ന അവകാശ ആൾക്കാരാണ് എനിക്കാണ്. നിങ്ങൾക്ക് ചെവി തന്നത് ഞാനാണെങ്കിൽ ആ ചെവി വെച്ച് എന്ത് കേൾക്കണം, എന്തൊക്കെ കേൾക്കാൻ പാടില്ല. നിങ്ങൾക്ക് നാവ് തന്നത് ഞാനാണെങ്കിൽ ആ നാവ് വെച്ച് നിങ്ങൾ എന്ത് പറയണം, എന്ത് പറയാൻ പാടില്ല എന്ന് തീരുമാനിക്കാനുള്ള അവകാശം എനിക്കാകുന്നു എന്നാണ് അള്ളാഹു പറയുന്നത്. ആ അവകാശം, അപ്പൊ ഈ ഹാക്കിമിയ്യത്ത് എന്ന് പറയുന്നത് ആരും തെറ്റിദ്ധരിക്കേണ്ടതില്ല, അത് തന്നെയാണ് തൗഹീദിന്റെ അടിസ്ഥാനം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ലാ ഹാക്കിമ ഇല്ലല്ലാഹ് എന്നാണ്. അള്ളാഹുവാണ് ഖാലിഖ്, റബ്ബ് എന്നതല്ല പ്രശ്നം. അള്ളാഹുവിന്റെ നിയമം അനുസരിച്ചാണ് ഞാൻ വിധി കൽപ്പിക്കേണ്ടത് എന്നാ പറഞ്ഞതിനർത്ഥം. അതിന്റെ ഏറ്റവും ചെറിയ ഉദാഹരണം ഞാൻ പറയാം. യൂസുഫ് നബിയുടെ കഥയാണ് ഖുർആൻ പറയുന്നു. യൂസുഫ് നബി അലൈഹി ഇസ്ലാമും രണ്ട് സഹതടവുകാരും കൂടി ജയിലിൽ കയറുന്നുണ്ട്. അപ്പൊ ജയിലിൽ കയറുന്ന കുറഞ്ഞ സമയമാണ് ഈ സഹതടവുകാരോടൊപ്പം യൂസുഫ് നബിക്ക് കിട്ടുന്നത്. അപ്പൊ ആ കുറഞ്ഞ സമയം കൊണ്ട് യൂസുഫ് നബി ആയതുകൊണ്ട് എന്ത് ചെയ്യണം? അവർക്ക് ദഅവത്ത് നടത്തണം. അപ്പൊ നിങ്ങൾക്ക് 5 മിനിറ്റേ ഉള്ളൂ ഇസ്ലാമിനെ കുറിച്ച് പരിചയപ്പെടുത്താൻ എന്ന് പറഞ്ഞാൽ ഞാൻ എന്താ ചെയ്യാം? അതിന്റെ ഏറ്റവും മർമ്മപ്രധാനമായ പോയിന്റ് പറയും, അല്ലെ? യൂസുഫ് നബിയുടെ പ്രബോധനം പറയുന്നിടത്ത് ഖുർആൻ പറയാണ് യൂസുഫ് നബി അവരോട് പറഞ്ഞ ഒറ്റ പോയിന്റ് എന്താ അറിയോ? നിങ്ങൾ ഈ ഇബാദത്ത് ചെയ്യുന്നതൊന്നും ഒരു തെളിവുമില്ലാത്ത കാര്യമാണ്. നിങ്ങൾ അറിയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇനിൽ ഹുക്കുമു ഇല്ലാ ലില്ലാഹ്, നിങ്ങളുടെ ജീവിതത്തിൽ നിയമങ്ങൾ തരാനുള്ള അവകാശം ഇത് അല്ലാഹുവിന് മാത്രമാകുന്നു. എന്നിട്ട് പറയാണ് അമറ അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാ, നിങ്ങൾ അതുകൊണ്ട് അവന് മാത്രമേ വഴിപ്പെടാവൂ. നിയമം തരാനുള്ള അവകാശം അവന് മാത്രം. നിങ്ങൾ എന്ത് കാണണം, കാണാൻ പാടില്ല തീരുമാനിക്കുന്ന അവകാശം അവന് മാത്രം. ദാലിക്കദ്ദീനുൽ, ഇതാണ് ദീൻ. അപ്പൊ ദീൻ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ നമുക്ക് നിയമം തരാനുള്ള അവകാശത്തെ നമ്മൾ റബ്ബിന് വേണ്ടി മാത്രം വകവെച്ചു കൊടുക്കുക എന്നതാണ്, അതിനെയാണ് നിയമം എന്ന് പറയുന്നത്. അപ്പോ ഈ നിയമം ആണ് എന്റെ അവതരണത്തിന്റെ ഒരു ഭാഗമായിട്ടുള്ളൂ. ഇനി ബാക്കി സംശയ നിവാരണവുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ ഉന്നയിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ.
ഇതിന്റെ പ്രശ്നത്തെ അറിയാം. നമ്മൾ ഈ ഒരു വൈജ്ഞാനിക സദസ് കൊണ്ട് ആഗ്രഹിച്ചതിൻ്റെ വളരെ പ്രധാനപ്പെട്ട രണ്ടടിസ്ഥാനങ്ങൾ ഉസ്താദ് ഇവിടെ വളരെ വിശദമായി വിശദീകരിച്ചു കഴിഞ്ഞു. ഏറ്റവും പ്രധാനപ്പെട്ടത് നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും, എത്ര തന്നെ മനുഷ്യൻ അവൻ്റെ യുക്തി അത് വെച്ചുകൊണ്ട് ചിന്തിച്ചു കഴിഞ്ഞാലും മനുഷ്യൻ്റെ ഒരു പരിമിതി മുന്നിൽ വെച്ചുകൊണ്ട് യഥാർത്ഥത്തിലുള്ള ഇലാഹിയായ അല്ലെങ്കിൽ വഹീൻ്റെ പിൻബലമുള്ള ഒരു വൈജ്ഞാനിക സ്രോതസ്സിൻ്റെ അടിസ്ഥാനമാണ് ഉസ്താദ് ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞത്. ബാംഗ്ലൂരിനെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടി അത് ഈ ടെക്നോളജിയുമായി ബന്ധപ്പെട്ട ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലൊക്കെ അതിൻ്റെ ഏറ്റവും വലിയ ഡീപ് സീക്കും വലിയ വലിയ ടെക്നോളജികൾ ഇനി എത്ര തന്നെ വളർന്നു കഴിഞ്ഞാലും വഹീൻ്റെ പിൻബലമുള്ള ഒരു ഇസ്ലാമിക നിയമസംഹിതയുടെ പ്രാധാന്യം എത്ര വലുതാണ് എന്നാണ് ഉസ്താദ് ഇവിടെ സൂചിപ്പിച്ചത്. നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. നമ്മൾ ഈ മേഖലയുമായി ബന്ധപ്പെട്ട് പഠിക്കുന്ന ആളുകൾ പൊതുവെ നമ്മുടെ ഖുർആൻ സ്റ്റഡി സെൻറ്ററിലൊക്കെ നിരന്തരമായി ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ, അതുകൂടി കണക്ട് ചെയ്തുകൊണ്ട് ഉസ്താദിൻ്റെ ഈ വിഷയങ്ങളിലേക്ക്, തുടർച്ചയായ വിഷയങ്ങളിലേക്ക് കൂടി കണക്ട് ചെയ്ത് സംസാരിക്കാൻ കഴിയുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അതിൽ ഒന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഇസ്ലാമിക കർമ്മശാസ്ത്രവുമായി ബന്ധപ്പെട്ട്, ഫിഖ്ഹുമായി ബന്ധപ്പെട്ടുകൊണ്ട് ധാരാളം അഭിപ്രായ വ്യത്യാസമുള്ള വിഷയങ്ങൾ രൂപപ്പെടുന്നു. പൊതുവെ ഫിഖ്ഹ് എന്ന് പറഞ്ഞാൽ തന്നെ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉള്ളതാണ് എന്നുള്ള ഒരു പ്രശ്നം പറയാറുണ്ട്. അതിൻ്റെ കാരണം എന്താണ്? മനുഷ്യന് അള്ളാഹു തന്നത് 3 അടിത്തറകളാണ്. ഒന്ന് അഖ്ലാഖ്, ഒന്ന് അഖീദ, 2 അഖ്ലാഖ്, 3 അഹ്കാം. ഈ അഹ്കാം എന്ന് പറയുന്ന നിയമങ്ങളുടെ പേരാണ് ശരീഅത്ത് എന്നും ഫിഖ്ഹ് എന്ന് പറയുന്നത്. ഇത് രണ്ടും തമ്മിൽ ചില വ്യത്യാസങ്ങളുണ്ട്, വലിയ സാമ്യങ്ങളുണ്ട്. ശരീഅത്ത് എന്ന് പറഞ്ഞാൽ വ്യാഖ്യാനക്ഷമമല്ലാത്ത, ഞാൻ വിശദീകരിക്കുമ്പോൾ മനസ്സിലാവും, നിയമങ്ങൾക്ക് അള്ളാഹു നൽകിയ നിയമങ്ങളുടെ 2 ഭാഗമാണ് ഒന്ന് ശരീഅത്ത് എന്ന് പറയുന്നതും മറ്റൊന്ന് ഫിഖ്ഹ് എന്ന് പറയുന്നതും. അള്ളാഹു തന്നെ നിയമങ്ങൾക്ക് ചില പ്രത്യേകതയുണ്ട്. അതിലൊരു പ്രത്യേകത എന്താ വെച്ചാൽ ചില നിയമങ്ങൾ നമുക്ക് വ്യാഖ്യാനിക്കാൻ കഴിയാത്ത, നമുക്ക് മനുഷ്യന് ഇടപെടാനേ കഴിയില്ല, ഇടപെടാൻ കഴിയാത്ത വിധത്തിൽ ഖണ്ഡിതമായി അള്ളാഹു പറഞ്ഞ നിയമങ്ങളാണ്. ഇങ്ങനെ ഖണ്ഡിതമായി പറഞ്ഞ നിയമങ്ങൾക്കാണ് ശരീഅത്ത് എന്ന് പറയുന്നത്. മനുഷ്യന് ഇടപെടാൻ കഴിയാത്ത, ളുഹുർ എന്തുകൊണ്ടാണ് 4 റക്അത്ത്? ഒന്നുമില്ല, നമുക്ക് പറയാനൊന്നുമില്ല. അതുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ എന്ന് പറയുന്നത് ഖണ്ഡിതമായിരിക്കും. വ്യാഖ്യാനത്തിന് പഴുതില്ലാത്ത, മനുഷ്യന് ഇടപെടാൻ പറ്റാത്ത വിഷയങ്ങൾക്ക് അങ്ങനെ ഖണ്ഡിതമായ നിയമങ്ങൾക്കാണ് ശരീഅത്ത് എന്ന് പറയുക. അതേസമയം ഇതേ ശരീഅത്തിന്റെ ചില നിയമങ്ങൾ മനുഷ്യന് ഇടപെടാനുള്ള അവസരം അള്ളാഹു തന്നിട്ടുണ്ട്. മനുഷ്യന് ഇടപെടാനുള്ള ഒരു അവസരം അള്ളാഹു തന്നിട്ടുണ്ട്. അത് അള്ളാഹു തന്നതാണ്. ഇങ്ങനെ മനുഷ്യന് ഇടപെടാൻ അവസരം തന്നിട്ടുള്ള, അവന് ഇജ്തിഹാദ് നടത്താൻ, ഗവേഷണം നടത്താൻ അനുവാദം തന്നിട്ടുള്ള വിഷയങ്ങൾക്കാണ് ഫിഖ്ഹ് എന്ന് പറയുന്നത്. അപ്പൊ ശരീഅത്തിന്റെ ഭാഗം തന്നെയാണ് ഫിഖ്ഹ് എന്ന് പറയുന്നത്. ശരീഅത്ത് എന്ന് പറഞ്ഞാൽ ആ ഭാഗത്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഇടപെടാൻ വകുപ്പില്ല. അതേസമയം ഫിഖ്ഹ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇടപെടാൻ വകുപ്പുണ്ട്, വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ വെച്ച് പുലർത്താൻ അനുവാദം എന്ന വിഷയമാണ്. 2 ഉദാഹരണം പറഞ്ഞ പെട്ടെന്ന് മനസ്സിലാക്കും. വിശുദ്ധ ഖുർആനിൽ മോഷ്ടാവിന്റെ ശിക്ഷ പറയൽ, വസ്സാരിഖു വസ്സാരിഖത്തു ഫഖ്തഉ അയ്ദിയഹുമാ. ഈ ആയത്തിൽ 2 ഉദാഹരണമുണ്ട്. മോഷ്ടാവിന്റെയും മോഷ്ടിച്ച പെണ്ണിന്റെയും കൈകൾ മുറിക്കുക എന്നതാണ്. ഈ ഫഖ്തഉ എന്ന് പറഞ്ഞത് ശരീഅത്താണ്. മുറിക്കുക എന്ന് പറഞ്ഞാൽ മുറിക്കുക തന്നെ. അതൊരാൾക്ക് വ്യാഖ്യാനിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റൂല,
വ്യാഖ്യാനിച്ചിട്ട് മുറിക്കുക എന്ന് പറഞ്ഞാൽ മുറിക്കുക എന്നല്ല ഉദ്ദേശം, തലോടുക എന്ന് പറയാൻ പറ്റില്ല, അവിടെ വ്യാഖ്യാനത്തിന് പഴുതില്ല. അപ്പൊ ഫത്തുത്ത പറഞ്ഞാൽ മുറിക്കണം. പക്ഷെ ഐദിയഹുമ എന്ന് പറഞ്ഞാൽ പ്രശ്നം എന്താ വെച്ചാല് കൈകൾ എന്നത് വ്യാഖ്യാന വിധേയമാണ്. ഒറ്റ ഉദാഹരണം പറയാം. ഞാൻ ഒരു ദിവസം വീട്ടിൽ നിന്ന് കോളേജിൽ നിന്ന് വീട്ടിൽ ചെല്ലുമ്പോൾ വീടിനടുത്തെത്താറായപ്പം വീട്ടിൽ നിന്ന് ഫോൺ നോക്കുമ്പോൾ ചെറിയ മോനാണ്, ഭയങ്കര കരച്ചിൽ. വാപ്പ ഓടി വരണം, വാപ്പ എവിടെയായിരുന്നു ചോദിച്ചാൽ കരച്ചിൽ. അപ്പൊ ഞാൻ ചോദിച്ചു എന്ത് വെച്ചടാ? അതിന്റെ കൈ ആകെ മുറിഞ്ഞ് നാശമായി എന്ന് പറഞ്ഞു. കൈ ആകെ മുറിഞ്ഞ് നാശമായി എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഉടനെ കെട്ടിയോടെ വിളിച്ചപ്പോൾ കുഴപ്പമൊന്നുമില്ല, വന്നോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ വീട്ടിൽ വന്നപ്പോൾ ഞാൻ നോക്കുമ്പോൾ വീട്ടിന്റെ ഉമ്മറത്തന്നെ ഇരിക്കൊണ്ട് വലിയൊരു തുണിയും ചുറ്റിങ്ങനെ വെച്ചിരിക്കുകയാണ്. അങ്ങനെ ഞാൻ ആ തുണിക്കെട്ടൊക്കെ അഴിച്ചു നോക്കുമ്പോൾ ഒരു മുറിവും കണ്ടില്ല. അപ്പൊ പറഞ്ഞു അങ്ങനത്തിന് ഈ വരലായിരിക്കും. എന്റെ പ്രശ്നം എന്താ വെച്ചാല് കൈവിരൽ മുറിഞ്ഞാലും നമ്മൾ എന്താ പറയുക? കൈ മുറിഞ്ഞെന്നാ പറയാം അല്ലെ? ഇവിടെ ഈ മുട്ട് വെച്ചിട്ട് നമുക്ക് എന്തൊരു ഒരു ബാൻഡേജ് ഇട്ടിരിക്കുന്നു, നിങ്ങൾ കാണുമ്പോ അസിസ്റ്റന്റ് കൈക്കെന്താ പറ്റിയത് എന്നാ ചോദിക്കുക. അതിന് കാരണം കൈ എന്നത് വ്യാഖ്യാന വിധേയമാണ്. ഇതാ ഭാഷ, അറബി ഭാഷയിൽ അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് മോഷ്ടാവിന്റെ ശിക്ഷ പറഞ്ഞപ്പോ മുറിക്കണമെന്ന വിഷയത്തിൽ എല്ലാ ഇമാമുമാരും ഏകോപിച്ചു. കാരണം എന്താ? അത് വ്യാഖ്യാന വിധേയമല്ല. പക്ഷേ കൈ എന്നുള്ളത് വ്യാഖ്യാന വിധേയമാണ്. അള്ളാഹ് എന്ത് പറഞ്ഞാൽ മതിയായിരുന്നു? ഇപ്പൊ കൈവെല്ലാം മുറിക്കണമെങ്കിൽ അള്ളാഹ് എന്ത് പറയാം? ഫത്തൗ അൻമിലത്തുഹുമ എന്ന് പറഞ്ഞാൽ മതി. അപ്പൊ കൈവെല്ലാം മുറിക്കുള്ളൂ. ഫത്തൗ കഫഹുമ എന്ന് പറഞ്ഞാൽ ഈ കഫ മുറിക്കുള്ളൂ. ഫത്തൗ റുക്ബത്തുഹുമ എന്ന് പറഞ്ഞാൽ മുട്ട മുറിക്കുള്ളൂ. മീൻ കത്തഫീമായ തോള് മുറിക്കാം. ഇത് പറയാതെ വ്യത്യസ്ത വ്യാഖ്യാന സാധ്യതയുള്ള പദമായ ഐദിൻ എന്ന് അള്ളാഹു പ്രയോഗിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ അത് സന്ദർഭാനുസരണം വ്യത്യസ്തമായ വ്യാഖ്യാനങ്ങൾ വെച്ച് പുലർത്താൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് ഇമാം മാലിക് പറയുന്നത്, അദ്ദേഹം പറയുന്നത് കൈ പത്തി മുറിക്കണമെന്നാണ്. ഇമാം അബൂ ഹനീഫ പറയുന്നത് വേണ്ടതില്ല, കൈ വെറുതുകൾ മുറിച്ചാൽ മതി എന്നാണ്. അപ്പോ ഇത് അള്ളാഹ് നമ്മൾ തന്ന അനുവാദമാണ്. ചില വിഷയങ്ങളിൽ സന്ദർഭത്തിനനുസരിച്ച് വ്യാഖ്യാന വിധേയമായ ഇജ്തിഹാദ് നടത്താൻ അനുവാദം അള്ളാഹു തന്നിട്ടുണ്ട്. അത്തരം വിഷയങ്ങൾക്കാണ് നമ്മൾ ഫിഖ്ഹ് എന്ന് പറയുക. അത്തരം വിഷയങ്ങൾക്കാണ് നമ്മൾ എന്താ പറയാ? ഫിഖ്ഹ്. അതുകൊണ്ട് ശരീഅത്ത് മുഹമ്മദേ ഉള്ളൂ, അവിടെ നമുക്ക് ഇടപെടാൻ പറ്റില്ല. ശരീഅത്ത് നിയമത്തിൽ ഇടപെടാൻ പറ്റില്ല. അതേസമയം ഫിഖ്ഹ് ഉണ്ട്. ഫിഖ്ഹ് ഹനഫി ഫിഖ്ഹ് ഉണ്ട്, ഹംബലി ഫിഖ്ഹ് ഉണ്ട്, മാലിക്കി ഫിഖ്ഹ് ഉണ്ട്, ഷാഫി ഫിഖ്ഹ് എന്ന് പറഞ്ഞാൽ ആ വിഷയങ്ങൾ ഒരു മനുഷ്യന്റെ വ്യത്യസ്തമായ വ്യാഖ്യാനങ്ങൾക്ക് അള്ളാഹു തന്നെ അനുമതി എന്ന വിഷയങ്ങൾക്കാണ് ഫിഖ്ഹ് എന്ന് പറയുക. അത് രണ്ട് തരത്തിലാണ് ഉണ്ടാകുക. ഒന്ന് വ്യാഖ്യാനവിധമായ പ്രമാണങ്ങൾ വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ പ്രമാണങ്ങളെ വന്നിട്ടില്ലാത്ത ചില അടിസ്ഥാനങ്ങൾ മാത്രം പറഞ്ഞിട്ടുള്ള വിഷയങ്ങൾ. ആ വിഷയത്തിൽ വ്യത്യസ്തമായ നിലപാട് വെച്ച് പുലർത്താൻ അള്ളാഹു തന്നെ അനുവദിച്ചതാണ്. അതുകൊണ്ടാണ് റസൂലിന്റെ സഹാബിമാരിൽ തന്നെ അബ്ദുല്ലാഹിബിൻ ഉമറിന്റെ വീക്ഷണമായിരുന്നില്ല പല വിഷയങ്ങൾക്കും അബ്ദുല്ലാഹിബിൻ മസ്ഊദിന് ഉണ്ടായിരുന്നത്. അബ്ദുല്ലാഹിബിൻ മസ്ഊദിന്റെ നിലപാടല്ല ആയിഷ റളിയല്ലാഹു ഉണ്ടായിരുന്നത്. കാരണം അത് അള്ളാഹു തന്നെ വ്യത്യസ്തമായ നിലപാട് വെച്ച് പുലർത്താൻ. അങ്ങനെ വ്യത്യസ്തമായ നിലപാടുകൾ വെച്ച് പുലർത്താൻ അനുവാദം തന്നിട്ടുള്ള വിഷയങ്ങൾക്കാണ് ഫിഖ്ഹ് എന്ന് പറയുക. എന്നാൽ മനുഷ്യന് ഇടപാടില്ലാത്ത, തിരുത്താൻ പറ്റാത്ത നിയമങ്ങൾക്കാണ് ശരീഅത്ത് എന്ന് പറയുക. ഇത് രണ്ടും ഒന്ന് തന്നെയാണ് എന്നർത്ഥം, ഒന്നിന്റെ തന്നെ ഭാഗമാണ്. ഇതിനോടനുബന്ധിച്ചുകൊണ്ടുള്ള ചോദ്യം, ഒരു മദ്ഹബിന് തന്നെ പിന്തുടരൽ നിർബന്ധമാണോ? ഒരിക്കലുമല്ല. മദ്ഹബിന് പിന്തുടരൽ നിർബന്ധമാണോ അല്ലയോ എന്ന് വെച്ചാൽ അങ്ങനല്ല. നിങ്ങൾക്ക് വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും മറ്റു പ്രമാണങ്ങളും വായിച്ചുകൊണ്ട് ഒരു വിഷയത്തിൽ വിധി കണ്ടെത്താനുള്ള യോഗ്യതയുണ്ടെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ഒരു മദ്ഹബിനെയും പിന്തുടരാൻ പാടില്ല. അതേസമയം നമ്മളെയൊക്കെ പോലുള്ള സാധാരണ മനുഷ്യർക്ക് ഒരു വിഷയത്തിൽ എന്താണ് നിലപാടെന്ന് അറിയാൻ ഏറ്റവും നല്ലത് ഏതെങ്കിലും ഒരു മദ്ഹബിനെ അയാൾ പിന്തുടരലാകും. ഒന്നുകിൽ ഏതെങ്കിലും ഒരു മദ്ഹബിനാണ് പിന്തുടരുക, അല്ലെങ്കിൽ കുറച്ച് കഴിവ് യോഗ്യതകളാണെങ്കിൽ വ്യത്യസ്ത മദ്ഹബുകൾ വെച്ചുകൊണ്ട് മികച്ച അഭിപ്രായം തിരഞ്ഞെടുക്കാൻ കഴിവുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ലെങ്കിൽ സ്വന്തമായി ഇജ്തിഹാദ് നടത്തും. പക്ഷെ അതിനുള്ള യോഗ്യത വേണമെന്ന് മാത്രം. സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറയേണ്ടതും അത് തന്നെയാണ്. നിങ്ങൾ ഏതെങ്കിലും ഒരു മദ്ഹബിനെ പിന്തുടർന്ന് ജീവിക്കണമെന്നാണ്. അവസാനമായിട്ടുള്ള ഒരു ചോദ്യത്തില് രണ്ട് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു, അത് രണ്ടും കൂടി ഒരുമിച്ച് ചോദിക്കാമെന്ന് വിചാരിക്കുന്നു. ഖുർആനുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ ഈ ഖുർആൻ, ഇപ്പൊ ഇവിടെ ഖുർആൻ സ്റ്റഡി പഠിതാക്കളിൽ 25 വർഷത്തോളം എക്സ്പീരിയൻസ് ഉള്ള ഒരുപാട് ആളുകൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇവര് ഒരുപാട് ആളുകൾ പുതിയതായിട്ട് ഇപ്പോൾ ഇതിൽ ഖുർആൻ സ്റ്റഡി പഠിക്കുന്ന ആളുകളടക്കം ഉൾപ്പെടുന്ന ആളുകളുണ്ട്. പല സ്ഥലത്തുനിന്നും പല സോഴ്സിൽ നിന്നും പല തലത്തിലുള്ള വ്യാഖ്യാനങ്ങൾ പലപ്പോഴും കാണാറുണ്ട്. പ്രത്യേകിച്ചും ഖുർആനിന്റെ വിശദീകരണങ്ങളിൽ ഇപ്പോൾ ഈ അടുത്തായിട്ടൊക്കെ ഹദീസ് നിഷേധം ഉൾപ്പെടെ ഉള്ള കാര്യങ്ങൾ യുക്തിയുടെ അടിസ്ഥാനത്തിൽ വിശദീകരിക്കുന്നതും പ്രചരിപ്പിക്കുന്നതും കാണുന്നു. അപ്പൊ ഇത്തരം ഒരു ഘട്ടത്തിൽ ഒരു ഖുർആൻ പഠിതാവ് അല്ലെങ്കിൽ ഖുർആൻ പഠനത്തിലേക്ക് കടന്നു വരുന്നവർ എന്ന അർത്ഥത്തിൽ എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് ഉസ്താദിന് കൊടുക്കാൻ കഴിയുക? വളരെ ബേസിക് ആയിട്ടുള്ള ചില കാര്യങ്ങളെങ്കിലും നിർദ്ദേശിക്കാം.
വിശുദ്ധ ഖുർആന്റെ വ്യാഖ്യാനത്തിനാണ് അറബിയിൽ തഫ്സീർ എന്ന് പറയുക. പണ്ട് കാലം മുതൽ രണ്ട് രീതിയിലാണ് തഫ്സീറുകൾ ഉണ്ടാകുക. ഒന്ന് തഫ്സീർ ബിർ റഅയി എന്ന് പറഞ്ഞിട്ട് ഒരാൾ ആദ്യമായ ഒരു മനുഷ്യൻ വിശുദ്ധ ഖുർആനെ അയാളുടെ ചിന്ത വെച്ചുകൊണ്ട് വ്യാഖ്യാനിക്കുന്ന ഒരു രീതിയാണ്. രണ്ടാമത്തേത് തഫ്സീർ ബിൻ നഖൽ എന്നോ അല്ലെങ്കിൽ തഫ്സീർ എന്താ പറയാ ബിൽ മൗസൂർ എന്ന് പറയുന്ന തഫ്സീറുമായി ഖുർആന്റെ വ്യാഖ്യാനവുമായി ബന്ധപ്പെട്ട് പൂർവ്വകാല പണ്ഡിതന്മാരുടെയും സഹാബികളുടെയും വാക്കുകൾ കൗലുകളൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് വ്യാഖ്യാനിക്കുന്ന രീതിയാണ് ഉണ്ടായിരുന്നത്. യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആൻ വ്യാഖ്യാനിക്കാൻ ഇത് രണ്ടും വേണമെന്നാണ്. ദിറായത്ത് അഥവാ വിശുദ്ധ ഖുർആൻ വ്യാഖ്യാനിക്കാൻ യോഗ്യതയുള്ള പണ്ഡിതൻ അവന്റെ പാണ്ഡിത്യം കൊണ്ട് അവന് അഭിപ്രായങ്ങൾ രൂപപ്പെടുത്താം. അതേസമയം അതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള പൂർവ്വകാമികളായ പണ്ഡിതന്മാരുടെ വാക്കുകൾ, സഹാബികളുടെ വചനങ്ങൾ, പ്രവാചകന്റെ വചനങ്ങൾ വെച്ചുകൊണ്ട് വായിക്കുക. ഇത് രണ്ടും ചേർത്ത് വ്യാഖ്യാനിക്കുക എന്നതാണ് വേണ്ടത്. ഇനി ഒരു മുഫസ്സിറാകാൻ എന്താണ് യോഗ്യത? നമ്മുടെ നാട്ടില് ഇപ്പോൾ ഈ ഹദീസ് നിഷേധികൾ എന്ന് പറയുന്നത് ഒരു ഹദീസ് നിഷേധികളല്ല. യഥാർത്ഥത്തിൽ അവർ യുക്തിവാദികൾ എന്ന് പറയാൻ പറ്റുന്ന അല്ലെങ്കിൽ ഇച്ഛാവാദികളാണ് ഹദീസ് നിഷേധികൾ. കാരണം അവർ ഹദീസ് നിഷേധിക്കാൻ വേണ്ടിയിട്ടല്ല ഹദീസ് നിഷേധിക്കുന്നത്, ഖുർആനെ നിഷേധിക്കാൻ വേണ്ടിയിട്ടാണ്. അത് ഒറ്റ ഉദാഹരണം നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഇപ്പൊ നമ്മൾ നമസ്കരിക്കുന്നുണ്ടല്ലോ, വിശുദ്ധ ഖുർആനിൽ നിങ്ങൾ ഈ 6236 ആയത്തും പരിശോധിച്ചാലും എങ്ങനെ നിസ്കരിക്കണമെന്നായിട്ട് കാണൂല. അഖീമുസ്സലാത്ത് ഖുർആൻ പറഞ്ഞിട്ടുള്ളൂ. നിങ്ങൾ കൈകെട്ടുന്നത് എങ്ങനെയാണ്, റുക്കോയിൽ പോകേണ്ടത് എങ്ങനെയാണ്, സുജൂദ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നും ഖുർആനിൽ പറഞ്ഞിട്ടില്ല. ജക്കാത്ത് കൊടുക്കാൻ ഖുർആൻ പറയുന്നുണ്ട്. കച്ചവടത്തിന്റെ ജക്കാത്ത് എത്രയാണ്, കാർഷികങ്ങളുടെ ജക്കാത്ത് എത്രയാണ്, കൂട്ടുസംരംഭങ്ങളുടെ ജക്കാത്ത് എത്രയാണ്, ഇതൊന്നും ഖുർആൻ പറഞ്ഞിട്ടില്ല. ഇതൊക്കെ ഹദീസുകളിൽ നിന്നാണ്. പിന്നെ എന്തിന് ഈ ഹദീസ് നിഷേധിക്കുന്നത് ചോദിച്ചാൽ, ഈ ഹദീസ് നിഷേധിച്ചാൽ ഖുർആൻ വെറും തത്ത പുസ്തകമായി മാറിപ്പോകും. ഖുർആനിൽ ഉദാഹരണം പറയാം, നിസ്കരിക്കുമെന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. ഹദീസ് വേണ്ടാന്ന് വെച്ചാൽ എനിക്ക് നിസ്കരിക്കാൻ കഴിയില്ല. എത്ര റക്അത്ത് നിസ്കരിക്കണമെന്നോ എത്ര വഖ്ത് നമസ്കരിക്കണമെന്നോ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഖുർആനിൽ തെളിയിക്കാൻ പറ്റില്ല. അപ്പൊ നിസ്കാരം വേണ്ടാന്ന് വെക്കാൻ ഏറ്റവും നല്ല പരിപാടി ഹദീസുകൾ നിഷേധിച്ചാൽ മതി. സക്കാത്ത് കൊടുക്കാൻ ഖുർആൻ പറയുന്നു. എങ്ങനെയാ എത്രയാ സക്കാത്ത് കൊടുക്കേണ്ടത് ഖുർആനിലില്ല, ഇത് ഹദീസുകളിൽ നിന്നാണ്. അപ്പോ ഇസ്ലാമിന്റെ ശത്രുക്കൾ പ്രത്യേകിച്ചും ഓറിയന്റലിസ്റ്റുകളാണ് ആദ്യമായിട്ട് ഹദീസ് പ്രമാണമല്ല എന്ന വാദം ഉന്നയിച്ചത്. ഹദീസ് പ്രമാണമല്ല എന്ന വാദം ഉന്നയിച്ചത് ഓറിയന്റലിസ്റ്റുകളാണ്. അതെന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചാൽ, ഹദീസുകളെ നിഷേധിച്ചാൽ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, ഖുർആൻ ഇല്ലാതായിത്തരും. നമ്മുടെ നാട്ടിലെ ഹദീസ് നിഷേധികളുടെ ഒക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയറിയാം, അവസാനം അവർ എത്തിച്ചേരാൻ പോകുന്നത് ശുദ്ധ നിരീശ്വരവാദത്തിലായിരിക്കും. ഒരു സംശയം അകറ്റിൽ വേണ്ട. ചേകന്നൂരും അവര് പോലും അവസാനത്തിൽ അള്ളാഹുവിനെ നിശ്ചയിച്ചിരുന്നെന്ന് വളരെ വിശ്വസ്തരായ ആളുകൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇനി പറഞ്ഞാലതിന്റെ കാരണം അതങ്ങനെ കറ്റു. കാരണം ഹദീസ് ഇല്ലാത്തൊരു ഖുർആൻ പ്രസക്തമല്ല. അപ്പൊ അതുകൊണ്ട് ഖുർആൻ വ്യാഖ്യാനിക്കാൻ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, ഒന്നാമത്തെ തെളിവ് ഒന്ന് ഖുർആനെ ഖുർആൻ കൊണ്ട് തന്നെ വ്യാഖ്യാനിക്കുക എന്നാണ്. ഖുർആനിൽ പറഞ്ഞ ഒരു ഭാഗത്തിന്റെ വിശദീകരണം ഖുർആന്റെ മറ്റൊരു ഭാഗത്തുണ്ടാവും. അപ്പൊ ഒന്നാമത്തെ ഉപാധി ഖുർആനെ ഖുർആൻ കൊണ്ട് വ്യാഖ്യാനിക്കുക. രണ്ടാമത്തെ ഉപാധി ഖുർആൻ അവതരിച്ച പ്രവാചകനാണല്ലോ. അങ്ങനെ ഖുർആൻ അല്ലാഹുവിനെ അവതരിപ്പിച്ചു കൊടുക്കുമ്പോൾ നബിയോട് പറഞ്ഞൊരു കാര്യം, വഅൻസൽനാ ഇലൈക്കൽ കിതാബ ലിതുബയ്യിന ലിന്നാസ്, നിനക്ക് ഞാൻ ഈ വേദഗ്രന്ഥം അവതരിപ്പിച്ചു തന്നത് ഇത് വിശദീകരിച്ചു കൊടുക്കാൻ പറഞ്ഞാണ്. അപ്പൊ ഖുർആന്റെ ആദ്യത്തെ വിശദീകരണം ആണതാ റസൂലിനാണ്. അപ്പൊ ഖുർആൻ വ്യാഖ്യാനത്തിന്റെ രണ്ടാമത്തെ ഉപാധി, ഖുർആനെ വ്യാഖ്യാനിക്കണമെങ്കിൽ സഹീഹായ ഹദീസുകളുടെ പിൻബലത്തിലാണ് വ്യാഖ്യാനിക്കേണ്ടത്. അപ്പൊ ഒന്ന് ഖുർആനെ ഖുർആൻ കൊണ്ട് വ്യാഖ്യാനിക്കുക, രണ്ട് ഖുർആനെ ഹദീസുകൾ കൊണ്ട് വ്യാഖ്യാനിക്കുക. മൂന്നാമത്തേത് ഖുർആനിലെ പല ആയത്തുകളും അവതരിക്കുന്നത് മക്കയിലും മദീനയിലുമായ സഹാബികളുടെ സന്ദർഭത്തിലാണ്. അവരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. യസ്അലൂനക അനിൽ ഖംർ, അവർ വന്ന് ചോദിക്കുന്നു, അവർ ചോദിക്കുന്നു എന്നൊക്കെ ഖുർആൻ പറയുന്ന ആരാ? ഈ അവരാരാണ്? റസൂലിന്റെ കാലത്ത് ജീവിച്ചിരുന്ന ആളുകളാണ്. അതുകൊണ്ട് അവർക്കിറങ്ങിയ വിഷയത്തെ കുറിച്ച് അവർക്കണമെന്ന് അറിയുക. അതുകൊണ്ട് മൂന്നാമത് ഖുർആൻ വ്യാഖ്യാനത്തിൽ പരിഗണിക്കേണ്ടത് സഹാബികളുടെ വചനങ്ങളാണ്. ഇത് മൂന്നും കഴിഞ്ഞാൽ അറബി ഭാഷയിലാണ് ഖുർആൻ അവതരിച്ചതുകൊണ്ട് ആ അറബി ഭാഷ നന്നായി അറിയാവുന്ന ആളുകൾ പൂർവ്വസൂരികളായ പണ്ഡിതന്മാരുടെ വ്യാഖ്യാനങ്ങൾ എന്താണെന്ന് പരിശോധിക്കണമെന്നാണ്. ഇത് നാലുമാണ് അടിസ്ഥാന യോഗ്യത. എനിക്ക് ഞാൻ തോന്നുന്നതനുസരിച്ച് വിധിച്ചാലേ ഇതിന്റെ പ്രശ്നം വളരെ വലുതാണ്. അപ്പൊ ഖുർആൻ വ്യാഖ്യാനിക്കണമെങ്കിൽ ഖുർആനെ ഖുർആൻ കൊണ്ടും ഹദീസുകൾ കൊണ്ടും സഹാബികളുടെ വചനങ്ങൾ കൊണ്ടും പൂർവ്വസൂരികളായ ആളുകളുടെ വാക്കുകൾ കൊണ്ടും വ്യാഖ്യാനിക്കാം. ഒപ്പം അതിന്റെ ഭാഷയുമായി ബന്ധപ്പെട്ടും വ്യാഖ്യാനിക്കാം. ഇത് ചേർത്തുകൊണ്ടാണ് വ്യാഖ്യാനിക്കുന്നത്. ഇത് പരസ്പരം വൈരുദ്ധ്യം ഉണ്ടാകാൻ പാടുള്ളതല്ല. ഇതൊരു കാര്യം.
രണ്ടാമത്തത് ഖുർആൻ വ്യാഖ്യാനിക്കണമെങ്കിൽ ഖുർആന്റെ സബബുൻ നുസൂൽ, അത് അവതരിച്ച പശ്ചാത്തലം മനസ്സിലാക്കണം. അവതരിച്ച പശ്ചാത്തലം മനസ്സിലാക്കിയില്ലെങ്കിൽ ചില ആയത്തുകൾ നിരോധിക്കണം എന്ന് പറഞ്ഞ് കൽക്കത്തയിൽ കേസ് വരാൻ കാരണം എന്താ? വഖ്തുൽ മുശ്രിക്കിനെ കാഫത്ത്, മുശ്രിക്കുകളൊക്കെ ഒറ്റയ്ക്ക് കൊല്ലുകാൻ പറഞ്ഞ ആയത്തുണ്ട്. അത് എപ്പോ പറഞ്ഞു, ഏത് സന്ദർഭത്തിൽ പറഞ്ഞു, ആരോട് പറഞ്ഞു എന്ന് പഠിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് തോന്നും ഖുർആൻ നിരോധിക്കേണ്ടതാണ്. അതുകൊണ്ട് അതിന്റെ അവതരണ പശ്ചാത്തലം പഠിക്കണം. ഏത് സന്ദർഭത്തിലാണ് അത് പറഞ്ഞത് അതിന് പെട്ടെന്ന് മനസ്സിലാവുന്ന ഉദാഹരണം പറയാം. വിശുദ്ധ ഖുർആനിൽ ഇന്ന സഫാ വൽ മർവത മിൻ ശആഇരില്ലാഹി ഫമൻ ഹജ്ജൽ ബൈത അവ ഇഅ്തമറ ഫലാ ജുനാഹ അലൈഹി അൻ യതൂഫ ബിഹിമാ. ഖുർആനിൽ സഈനെ കുറിച്ച് പറയുന്ന ഒരു ഭാഗം നമുക്കറിയാം. ഉംറ ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ ഹജ്ജ് ചെയ്യുന്ന ആളുകൾക്ക് നിർബന്ധമായ റുക്നാണ് സഈ. ഒരാൾ ഉംറ ചെയ്തപ്പോ തവാഫ് മാത്രം കൊണ്ട് അവസാനിപ്പിച്ച അയാൾക്ക് ഉംറ കിട്ടൂല. അയാൾ എന്ത് ചെയ്യണം? അയാൾ സഈയും കൂടെ നിർവഹിക്കണം. ഹജ്ജിലും അങ്ങനെ തന്നെയാണ്. ഹജ്ജിലുള്ള തവാഫിലും അതിനുശേഷമുള്ള സഈയും നിർബന്ധ റുക്നാണ്. ഇത് ചെയ്തിട്ടില്ലെങ്കിൽ അതോടെ ഹജ്ജ് നഷ്ടപ്പെടും. ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാല് ഖുർആനിൽ എടുത്ത് വായിച്ചു നോക്കുമ്പോൾ ഇങ്ങനെ കാണാം, ഇന്ന സഫാ വൽ മർവത മിൻ ശആഇർ, സഫയും മർവയും അള്ളാഹുവിന്റെ ചിഹ്നങ്ങളാണെന്ന്. അതിലെ ആരെങ്കിലും തവാഫ്, അതിലെ ആരെങ്കിലും ചുറ്റിയാൽ, സഈ നടത്തിയാൽ കുഴപ്പമൊന്നുമില്ല എന്നാണ് ആയത്ത്. ഈ കുഴപ്പമൊന്നുമില്ല എന്ന ഫലാദിനാഹിലേക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ അത് നിർബന്ധമാണെന്ന് വരുമോ? നമുക്കെന്താ മനസ്സിലാകാം? നമുക്ക് മനസ്സിലാകാം, സവാഫ് ചെയ്യുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല എന്നേ അള്ളാഹ് പറഞ്ഞിട്ടുള്ളൂ, അതുകൊണ്ട് സഈ വേണ്ടതില്ല എന്ന് തോന്നും. പക്ഷേ ഈ ആയത്തിന്റെ പശ്ചാത്തലം മനസ്സിലാക്കുമ്പോഴാണ് അത് മനസ്സിലാവുക. എന്താ പശ്ചാത്തലം എന്ന് വെച്ചാല്, സഈയും ഉംറയും ഹജ്ജും ഒക്കെ നിർബന്ധമാക്കപ്പെട്ട സന്ദർഭത്തില് കഅബയിൽ തന്നെ വിഗ്രഹങ്ങൾ ഉണ്ടായിരുന്ന സന്ദർഭങ്ങൾ ഉണ്ടായിരുന്നു. കഅബയിൽ വിഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ ഈ സഈ നടത്തുന്ന സ്ഥലത്ത് സഫയിലും മർവയിലും ഒരുപാട് വിഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ ഈ സഈ തവാഫ് ദീനില് ഒരു പുണ്യകർമ്മമായി വന്ന സന്ദർഭത്തില് ചില സഹാബികൾക്കെങ്കിലും സഈ നടത്താൻ അവർക്ക് ഭയങ്കര വിമിഷ്ടം. കാരണം എന്താണ്? അവിടെ ഈ മർവയിലും കുറെ വിഗ്രഹങ്ങൾ ഇരിപ്പുണ്ട്, പിന്നെ സഫയിലും കുറെ വിഗ്രഹങ്ങൾ ഇരിപ്പുണ്ട്. ഈ വിഗ്രഹങ്ങളെ കൂടി ഞങ്ങൾ വലയം വെക്കേണ്ടി വരുമല്ലോ എന്നവർ ഭയന്നിരുന്നു. അതിനെക്കുറിച്ച് പറയുമ്പോൾ അള്ളാഹു എന്ന് പറഞ്ഞത് അത് നിങ്ങൾ കാര്യമാക്കണ്ടല്ല, ഫലാ ജുനാഹ അലൈഹി എന്ന് പറയാൻ കാരണം അതാണ്. മനസ്സിലായോ? അപ്പൊ ഈ പശ്ചാത്തലം മനസ്സിലാകാത്ത ഒരാൾ ഖുർആൻ വ്യാഖ്യാനിക്കാൻ തുടങ്ങിയാൽ അവനെന്ത് പറയും? അവൻ പറയും ഖുർആൻ നോക്കിയിട്ട് എനിക്ക് സഈ നിർബന്ധമാണെന്ന് തോന്നുന്നില്ല എന്നേ അയാൾ പറയുള്ളൂ. അത് മനസ്സിലാക്കണമെങ്കിൽ ആ പശ്ചാത്തലം മനസ്സിലാക്കണം. അപ്പൊ ഖുർആൻ വ്യാഖ്യാനിക്കണമെങ്കിൽ നേരത്തെ പറഞ്ഞ ഖുർആൻ കൊണ്ടുള്ള വ്യാഖ്യാനം, ഹദീസുകൾ കൊണ്ടുള്ള വ്യാഖ്യാനം, സഹാബികളുടെ വാക്കുകളുള്ള വ്യാഖ്യാനം, പണ്ഡിതന്മാരുടെ കൗലുകൾ കൊണ്ടുള്ള വ്യാഖ്യാനം, ഖുർആന്റെ സബബുൻ നുസൂൽ അറിയണം, അതിന്റെ അവതരണ പശ്ചാത്തലം എന്താണെന്ന് മനസ്സിലാക്കണം, അതിന്റെ സിയാഖ് സന്ദർഭം എന്താണെന്ന് മനസ്സിലാക്കണം, അറബി ഭാഷയിൽ നല്ല അവഗാഹം ഉണ്ടാകണം. ദൗർഭാഗ്യവശാൽ നമ്മുടെ കാലത്ത് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവിടെ മെഡിസിനിൽ അഭിപ്രായം പറയാൻ ഡോക്ടർ ആകണമെന്ന് എല്ലാവർക്കും വ്യവസ്ഥയുണ്ട്. എഞ്ചിനീയറിംഗുമായി ബന്ധപ്പെട്ട വിഷയം പറയുകയാണെങ്കിൽ എഞ്ചിനീയർ ആകണമെന്ന വ്യവസ്ഥയുണ്ട്. അതേസമയം ഖുർആനുമായിട്ടും ഇസ്ലാമുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ 10 കൊടുക്കണമെങ്കിൽ എന്താകേണ്ടതില്ല, അറബിയുടെ ഒരു അക്ഷരം പോലും അറിയേണ്ടതില്ല എന്ന് ധരിക്കുന്നത് കൊണ്ടാണ് ഇത്തരം ആളുകൾ ഇങ്ങനെ ഖുർആനെ വ്യാഖ്യാനിക്കുന്നത്. എന്നെ ചുരുങ്ങിയത് അറബി ഭാഷയെങ്കിലും അറിയാത്ത ഒരാള് ഖുർആൻ വ്യാഖ്യാനിച്ചതിന്റെ ഫലമാണ് ഇപ്പൊ കേരളത്തിൽ ചില ഹദീസ് നിഷേധ പ്രസ്ഥാനങ്ങളുമായിട്ട് രംഗത്ത് വന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അവസാനിപ്പിച്ചുകൊണ്ട് ഒരൊറ്റ കാര്യമാണ് പറയേണ്ടത്. ഈ ഒരു സെഷനിലൂടെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള ഈ ഒരു വഹീന്റെ പിൻബലമുള്ള ഒരു ഇസ്ലാമിക വിജ്ഞാനത്തിന്റെ പ്രാധാന്യം വളരെ കൃത്യമായി ബോധ്യപ്പെട്ടിട്ടുണ്ടാവും. ആ രീതിയിലാണ് നമ്മളുടെ ഖുർആൻ സ്റ്റഡികൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ പഠനത്തിൻ്റെ ബേസിക്കാണ് ഇവിടെ വിശദീകരിച്ചിട്ടുള്ളത്. ഓൾറെഡി ഇവിടെ ഖുർആൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അത് കുറച്ചുകൂടി ബോധ്യപ്പെട്ടിട്ടുണ്ടാവും. മറ്റുള്ള ആളുകൾ കൂടി ഇതിലേക്ക് കടന്നു വരുമ്പോൾ തുടർച്ചയായ പഠനങ്ങൾ നടക്കുമ്പോൾ ഇൻഷാ അല്ലാഹ് ആ രീതിയിലുള്ള ഒരു അനുഭവം ഉണ്ടാകുമെന്നുകൂടി സൂചിപ്പിക്കുകയാണ്. അത് കേവലം വൈജ്ഞാനികമായ ഒരു വളർച്ച മാത്രമായിരിക്കില്ല, മറിച്ച് നമ്മളുടെയൊക്കെ മനസ്സിൽ നമ്മളുടെയൊക്കെ ജീവിതത്തെ തന്നെ മാറ്റുന്ന ഒരു അനുഭവം കൂടി ആയിരിക്കും എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അർത്ഥത്തിൽ ഈ ഖുർആൻ സ്റ്റഡി സെന്ററിന്റെ ഈ ഒരു സംഗമത്തോടു കൂടി അവസാനിക്കേണ്ടതല്ല. ഇത്തരം മജ്ലിസുകൾ, പ്രത്യേകിച്ച് ഇതുകളുടെ പോലുള്ള സഹവാസങ്ങൾ തുടർച്ചയായി ഉണ്ടാകേണ്ടതുണ്ട്. തുടർച്ചയായ രീതിയിലുള്ള പഠനങ്ങൾ നടക്കുമ്പോഴാണ് നമുക്കതിൻ്റെ അനുഭവങ്ങൾ ഉണ്ടാവുക എന്നുകൂടി ഈ സദസ്സിനെ ബോധ്യപ്പെടുത്തുകയാണ്. അവസാനിപ്പിച്ചുകൊണ്ട് ഒരൊറ്റ വാക്യം പറയാണ്. യൂസുഫുൽ കർലാബി, മർഹൂം യൂസുഫുൽ കർലാബി, അന്താരാഷ്ട്ര പണ്ഡിതൻ, അദ്ദേഹം ഈ ഇത്തരം വൈജ്ഞാനിക മേഖലയുടെ പ്രാധാന്യത്തെ സൂചിപ്പിച്ചുകൊണ്ട് പറയുമ്പോൾ ലുക്മാൻ അലൈഹി ഇസ്ലാം തൻ്റെ മകനെ ഉപദേശിക്കുന്നതിനെ പറ്റി പറയുന്ന ഒരു വാക്യത്തെ പറയുന്നുണ്ട്. നിങ്ങൾ
പണ്ഡിതന്മാരുമായി ഇത്തരം അറിവുള്ള ആളുകളുമായി സഹവസിച്ചുകൊണ്ട് പഠനത്തിൽ നിരന്തരമായ ശ്രമം നടത്തണം. ഫഇന്നൽ ഖുലൂബ തഹിയാ ബിൽ ഇൽമി കമാ തഹിയൽ അർളുൽ മൈതത്ത് ബിബാബിൽ മത്വർ. ഒരു മരുഭൂമിയിൽ വെള്ളം വീഴുന്നത് പോലെ, മരവിച്ച് കിടക്കുന്ന ഭൂമി മഴവെള്ളം വീഴുന്നത് പോലെ അത്ര അനുഭവേദ്യമായിരിക്കും ആ വെളിച്ചത്തിലേക്ക്, ആ വഴിയിലേക്ക് കടന്നു വരാൻ നമ്മളെല്ലാവരും ശ്രമം നടത്തണമെന്നുകൂടി ഈ മജ്ലിസുൽ ഇൽമിനെ മുൻനിർത്തിക്കൊണ്ട് നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇസ്ലാമിക നിയമസംഹിത ഒരു ആമുഖ പഠനം തൽക്കാലം വിജ്ഞാനിക സദസ്സ് ഇവിടെ അവസാനിക്കുന്നു. ഈ ഖുർആൻ സമ്മേളനത്തിൽ വളരെ ഗൗരവകരമായ വൈജ്ഞാനിക സന്ദേശം ഈ സദസ്സിന് പകർന്നു നൽകിയ ബഹുമാന്യനായ KV അഷ്റഫ് സാഹിബിന് ബാംഗ്ലൂർ ഖുർആൻ സ്റ്റഡി സെന്ററിന്റെ സ്നേഹോപഹാരം നൽകുന്നതിനു വേണ്ടി ബാംഗ്ലൂർ സിറ്റി ജമാഅത്തെ ഇസ്ലാമി ജനറൽ സെക്രട്ടറി AP അമീൻ സാഹിബിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഏറ്റുവാങ്ങുന്നതിനു വേണ്ടി KM അഷ്റഫ് സാഹിബിനെയും ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ശ്രദ്ധിക്കുക, രജിസ്ട്രേഷൻ പൂർത്തിയാക്കാത്ത മുഴുവൻ ആളുകളും എത്രയും പെട്ടെന്ന് രജിസ്ട്രേഷൻ കൗണ്ടറിൽ ചെന്ന് രജിസ്ട്രേഷൻ പൂർത്തീകരിക്കും.